കർക്കിടക മാസം രാമായണ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് കർക്കിടക കള്ളക്കർക്കിടകം എന്ന് പറയുന്നത്. അപ്പൊ അന്നൊക്കെ വാഹന സൗകര്യങ്ങളില്ല, മഴയാണെങ്കിൽ തോരാ മഴയായിരിക്കും. ആ സമയത്ത് ആർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ വീട്ടിലാണ് ചുരുക്കം പറഞ്ഞ അർദ്ധപ്പട്ടിണി. ആ പട്ടിണി കാലത്ത് മനസ്സ് വിഷമിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഭഗവാനെ വിളിക്കും. എന്നിട്ട് ആൾക്കാര് രാമായണവും കൃഷ്ണപ്പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് ഇരുന്നത്, പൊന്നിൻ ചിങ്ങം വരാനുള്ള പ്രതീക്ഷയിൽ. അതേപോലെ തന്നെ ചിങ്ങമാസം ആകുമ്പോഴേക്കും വിളവെടുക്കും, എല്ലാവരും വീട്ടിലും സുഭിക്ഷമാവുകയും ചെയ്യും. അങ്ങനെ കർക്കിടകത്തിന് അങ്ങനെയാണ് പ്രത്യേകത ഉള്ളത്. പിന്നെ സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് വരികയാണല്ലോ. 1-ാം തീയതിയാണ് ദക്ഷിണായനത്തിലേക്ക് കിടക്കുന്നത്. ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് പകലും ദേവന്മാർക്ക് രാത്രിയുമാണ് വിശേഷം. ഉത്തരായണത്തിലെ പിതൃക്കൾക്ക് പകലും രാത്രി ദേവന്മാർക്ക് പകലും രാത്രി പിതൃക്കൾക്കുമാണ്. അപ്പൊ ചുരുക്കം ദേവസന്ധിയാണ് കർക്കിടക മാസം തുടങ്ങുന്നത്. 6 മാസം കൊണ്ട് ആ രാത്രി കഴിയണം. അതിന് ദേവസന്ധിയാണ് ഈ കർക്കിടകം. അപ്പൊ ദേവസന്ധ്യ, സന്ധ്യാനേരത്ത് നാമം ചൊല്ലലാണല്ലോ നമ്മളുടെ പ്രവചക. അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ കർക്കിടകത്തിൽ നാമം ചൊല്ലുക എന്നുള്ളത് ഉറപ്പിച്ചു വെച്ചു. ആ നാമത്തിന് അത്രയും പ്രത്യേകത. രാമനാമത്തിന് കൂടുതൽ പ്രത്യേകതയുടെ കാരണം താരക മന്ത്രമാണ്. നമ്മളെ സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ല മന്ത്രം രാമമന്ത്രമാണ്. കാരണം അഷ്ടാക്ഷരമായ ഓം നമോ ഭഗവതി, ഓം നമോ നാരായണായ എന്നുള്ള ആ ശബ്ദവും പഞ്ചാക്ഷരമായ നമശിവായ എന്നുള്ളതിൽ മായ എന്നുള്ള ശബ്ദവും കൂടിച്ചേർന്ന താരകമന്ത്രം. താരകം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിപ്പിക്കുന്നത് എന്നർത്ഥം. നമ്മളെ ഇതിൽ നിന്ന് തരണം ചെയ്യിപ്പിക്കണം, സംസാര സാഗരത്തിൽ നിന്ന്. നമ്മൾ ജനിച്ചും മരിച്ചും ഇരിക്കുന്ന നമ്മളെ മുക്തി പ്രാപിപ്പിക്കാൻ ഏറ്റവും നല്ല മന്ത്രം രാമമന്ത്രമാണെന്നാണ് കലിസന്തരണോപനിഷത്തിൽ പറയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 16 നാമങ്ങളാണ്. ഇത് ചൊല്ലുന്നതാണ് കലിയുഗത്തിന് ഏറ്റവും ശ്രേഷ്ഠം. അതിൽ രാമശബ്ദത്തിന് പ്രത്യേകത. അതിന് ശേഷമാണ് കൃഷ്ണൻ വരുന്നത്. ഈ രാമകൃഷ്ണന്മാർ അവതാര പുരുഷന്മാരാണ്. അതുകൊണ്ട് രാമകൃഷ്ണന്മാരെയാണ് കലിയുഗത്തിൽ കൂടുതലായിട്ട് ആദരിക്കേണ്ടത് എന്നാണ്. അവതാര പുരുഷന്മാർക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ ഈ ശ്രീരാമചന്ദ്ര പ്രഭു ജനിച്ചത് മേടമാസത്തിലാണെങ്കിലും കർക്കിടക ലഗ്നവും കർക്കിടക കൂറുമായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസം രാമന്റെ മാസമായിട്ട് കണക്കാക്കുന്നത്. കർക്കിടക മാസത്തിലെ രാമനെ തന്നെ പൂജിക്കുക എന്നുള്ള ഒരു ചിട്ട വരാൻ കാരണം അതാണ്. ശ്രാവണ മാസത്തിലെ കൃഷ്ണനെ തന്നെ, തിരുവോണം നക്ഷത്രം, ആ ശ്രാവണ മാസം വരുമ്പോൾ നമ്മള് കൃഷ്ണനെ തന്നെ, കൃഷ്ണൻ ചിങ്ങമാസത്തിലെ അഷ്ടമിയിലാണല്ലോ ജനിച്ചത്. അതുകൊണ്ട് ആ ചിങ്ങമാസത്തിന് ഓണം കൊണ്ടാടുമ്പോൾ നമ്മള് ഭഗവാനെ പറയുന്നു. കർക്കിടക മാസത്തിലെ കർക്കിടക വാവ് പിതൃക്കൾക്കുള്ള ഓണമാണ് പറയുന്നത്. മറ്റുള്ളത് നമ്മള് ദേവന്മാർക്കുള്ള ഓണമായിട്ട് ചിങ്ങമാസത്തിൽ കൊണ്ടാടുമ്പോൾ കർക്കിടക മാസത്തിലെ കർക്കിടക വാവ് പിതൃക്കൾക്കുള്ള ഓണമായിട്ടാണ് കൊണ്ടാടുന്നത്. ഇന്നും അത് ഓണമായിട്ട് കൊണ്ടാടുന്ന ചില നാടുകളുണ്ട് അത്രേ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ രാമായണ കഥകളൊക്കെ പറഞ്ഞിരുന്നതിന് കാരണം മനസ്സമാധാനത്തിന്. എന്തുകൊണ്ട്? എല്ലാം കൊണ്ടും പഞ്ഞം. വീട്ടിലാണെങ്കിലും ഒന്നും എടുക്കാനില്ല, പുറത്തു പോയിട്ട് എന്തെങ്കിലും സമ്പാദിക്കാനും പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജനങ്ങള് ഈശ്വരനാമത്തിലാണ് ഒരാശ്രയം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 1984 തോന്നുന്നു ഹിന്ദു മഹാസമ്മേളനം നടന്നപ്പോ പലതും നമ്മളുടെ ഹിന്ദുക്കൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന പലതിനെയും കുറിച്ച് പറഞ്ഞു. അവസാനം പറഞ്ഞു ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് കൊണ്ടാടണമെന്ന്. അന്ന് അതിനെ എതിർത്തവരാണ്. പക്ഷെ ഇന്ന് പത്രങ്ങളില് കർക്കിടക മാസം തുടങ്ങുമ്പോഴേക്ക് രാമായണത്തിനെ കുറിച്ചുള്ളത് മാത്രമേ ഉള്ളൂ. അത് എന്തു കാര്യം അങ്ങനെയല്ലേ, തുടങ്ങുമ്പോൾ എതിർക്കാൻ ആൾക്കാരുണ്ടാവും. അത് പ്രായോഗികത്തിൽ വരുമ്പോൾ അതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാവരും അതിനെ അംഗീകരിക്കുക ചെയ്യാം. പിന്നെ പണ്ട് മുതലേ നമുക്ക് വാൽമീകി രാമായണം ഉള്ള വീടുകളിലൊക്കെ സുന്ദരകാന്ഡ പാരായണമുണ്ട്. സുന്ദരകാന്ഡം എന്ന് പറഞ്ഞാൽ സുന്ദരന്റെ കാണ്ഡമാണ്. സുന്ദരൻ എന്നാണ് അതിന് പേര് വെച്ചത്. കാരണം അയോധ്യാകാന്ഡം എന്ന് പറഞ്ഞു, അതുപോലെ ബാലകാന്ഡം എന്ന് പറഞ്ഞു, കാട്ടിൽ പോയപ്പോ അരണ്യകാന്ഡം എന്ന് പറഞ്ഞു, കിഷ്കിന്ധയിലുള്ള വാനരന്മാരെ പറഞ്ഞപ്പോൾ കിഷ്കിന്ധകാന്ഡം എന്ന് പറഞ്ഞു, യുദ്ധകാന്ഡം എന്ന് പറഞ്ഞു. ഇതിന് മാത്രം സുന്ദരകാന്ഡം എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം വെച്ചാൽ സുന്ദരയ്ക്ക് ഇന്നും സുന്ദരൻ. ഈ സുന്ദരകാന്ഡത്തിൽ സുന്ദരമല്ലാത്തതൊന്നുമില്ല. സുന്ദരൻ എന്നുള്ളതിന് ദൂതൻ എന്നൊരർത്ഥവുമുണ്ട്. അപ്പൊ ദൂതിന് പോയത് ഹനുമാൻ ദൂതിന് പോയത് മുതലല്ലേ. അതുകൊണ്ട് ആ സുന്ദരകാന്ഡത്തിന് ഇത്രയും പ്രത്യേകത.
പിന്നെ ഭഗവാൻ ദാസന്മാരോട് നമ്മൾ ഭക്തി വെച്ചാൽ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാൻ എങ്ങനെയാണ്? ദാസ 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 ഭക്തന്. ആരൊക്കെയാണോ ഭഗവത് ഭക്തന്മാരെ ഉപാസിക്കുന്നത് അവർക്ക് അനുഗ്രഹം ചൊരിയാനാണ് ഭഗവാനുള്ളത്. അതും പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്രപ്രഭു. അതുകൊണ്ട് ഹനുമാനെ സേവിച്ചാൽ തന്നെ സേവിക്കുന്നതിനേക്കാളും ഇഷ്ടമായിട്ട് ഭഗവാൻ വിചാരിക്കുന്നത്ര. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു പണ്ട്, സന്ധ്യ നേരത്ത് രാമായണം വായിക്കരുത് പറഞ്ഞിട്ടുള്ളൊരു കാലമുണ്ട്. അതിന് കാരണം അവർ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ, ശിവഭക്തനാണ്, ശിവാംശമാണ് ഹനുമാൻ. അപ്പോൾ ശിവനെ സന്ധ്യാവന്ദനാദി കർമ്മങ്ങളിലൊക്കെ ശ്രദ്ധയുള്ള ആളാണ്. നമ്മൾ രാമാന്ന് കേട്ടാൽ അവിടെ ഓടി വരും. എത്ര എത്ര രഘുനാഥ കീർത്തനം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഹനുമാന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഒരു മനസ്താപത്തിന് ഇടയാക്കും, മറ്റ് സന്ധ്യാവന്തന കർമ്മങ്ങൾക്ക് ഭംഗമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറയുന്നത് തെറ്റ്. കാരണം രാമനാമം ജപിച്ചാൽ സർവതാരകമാണ്. പിന്നെന്തിനു പറഞ്ഞത്? സന്ധ്യാവന്തനം ചെയ്താൽ, രാവിലെ സന്ധ്യാവന്തനം ചെയ്താൽ തലേ ദിവസം ചെയ്ത പാപങ്ങൾ പോകുന്ന, മധ്യാഹ്ന സന്ധ്യാവന്തനം ചെയ്താൽ അതുവരെയുള്ള പാപങ്ങൾ പോകും, വൈകുന്നേരത്തെ സന്ധ്യാവന്തനം ചെയ്താൽ അന്ന് ചെയ്ത പാപങ്ങൾ പോകും. ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇവിടെ മാത്രമല്ല, ഈ വെള്ളം നമ്മളിങ്ങനെ ഇറക്കുമ്പോഴേ മന്ദേരുണന്മാര് എന്ന് പറഞ്ഞ കുറെ പേര് സൂര്യനെ തടുക്കാൻ വരും. സൂര്യരശ്മിയാണല്ലോ, അതിനെ മന്ദേരുണുക്കൾ ഒന്ന് തടുക്കുക. അപ്പൊ അവര് രാക്ഷസന്മാരെ പോലെയാ. അവരെ അവിടുന്ന് ഓടിക്കാനാണ് ഒരു വെള്ളം കൊണ്ട് അർഖ്യം ചെയ്യുന്നത്. അപ്പൊ സൂര്യൻ സന്തോഷിക്കും. ഗായത്രി മന്ത്രവും കൂടി ജപിക്കുമ്പോൾ അവർക്ക് എന്താണ്? ബുദ്ധി തെളിച്ചമുണ്ടാക്കും. ഇതൊക്കെയാണ് പണ്ടത്തെ സംസ്കാരങ്ങളാണ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ വേദ സംസ്കാരത്തിൽ ജനിച്ചവരാണ് ഭാരതീയർ. വേദത്തിന് പ്രാധാന്യമാണ്. വേദം എന്ന് പറയുന്നത് ഭഗവാന്റെ വായിൽ നിന്ന് വന്നതായ പദങ്ങൾ. നമ്മള് നാമതന്തുവിഹി എന്ന് പറഞ്ഞ് ഭാഗവതമൊക്കെ പഠിക്കും. നാമതന്തുക്കളാൽ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ നാമം എന്ന് പറഞ്ഞാൽ എന്താ? വേദമാണ്. വേദത്താലാണ് നമ്മളെ കോർത്തു പിടിച്ചിരിക്കുന്നത്. ആ വേദവേദ്യനായ മഹാപുരുഷൻ തന്നെയാണ് രാമനായിട്ട് ജനിച്ചത്. വാൽമീകി പക്ഷേ സാക്ഷാൽ പുരുഷോത്തമനായിട്ട് ചിത്രീകരിച്ചു. വ്യാസഭഗവാനും തുഞ്ചത്തെഴുത്തച്ഛ ആചാര്യനൊക്കെ പരിവേഷം കൊടുത്തു, ആധ്യാത്മിക പരിവേഷം കൊടുത്ത് ഭഗവാനാണെന്ന് ചിത്രീകരിക്കുകയാണ് ചെയ്തത് രാമനെ. അപ്പൊ ആ രാമന് അത്രയും വേദവേദ്യമാണ് രാമൻ. ആ രാമൻ വേദസ്വരൂപനായ പുരാണപുരുഷനായ വിഷ്ണുവാണ് എന്നിരിക്കൽ വേദം എവിടെ? ഭഗവാനെടുത്ത് വേദം വേണ്ടേ ചോദിച്ചു. വേദപ്രാജേരസാദാസി, വേദം എന്ന് പറയുന്നത് തന്നെയാണ് വാൽമീകി രചിച്ച രാമായണം എന്ന്. അതുകൊണ്ട് പണ്ട് വേദം നമുക്കൊക്കെ നിഷിദ്ധമായിരുന്നപ്പോൾ രാമായണ പാരായണം നമുക്ക് കിട്ടും. അപ്പൊ വേദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് രാമായണം. രാമായണത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണും, ഗായത്രിയിലെ 24 അക്ഷരങ്ങളാണുള്ളത്. ഛന്ദസ്സാണ് ഗായത്രി. നമ്മൾ ഗായത്രി, സൂര്യഗായത്രിയാണ് ഗായത്രി എന്ന് പറയുന്നത്. എല്ലാത്തിനും ഗായത്രി ഉണ്ട്. എല്ലാ ദേവതകൾക്കും ഗായത്രി മന്ത്രമുണ്ട്. ഗായത്രി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തമാണ്. ആ വൃത്തത്തിൽ 23 അക്ഷരം എന്നാണ് ശരിക്കും. പോട്ടെ, 24 അക്ഷരം. 24 അക്ഷരം കൊണ്ടുള്ള ഒരു ഛന്ദസ്സാണ് അത്. ആ 24 അക്ഷരം ഓരോ 1000 ശ്ലോകം കഴിയുമ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് വാൽമീകി. എന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. 24,000 ശ്ലോകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 24 ഗായത്രി മന്ത്രങ്ങളൊക്കെ ഉണ്ട്. കാരണം ഗായത്രിയിലും മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കം വേദം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ് ഈ രാമായണം. അതുകൊണ്ട് രാമായണം വായിച്ചാൽ വേദം മുഴുവൻ പാരായണം ചെയ്ത ഫലം. ഇങ്ങനെ രാമായണത്തിൽ കുറേയധികം ഗുണങ്ങളുണ്ട്. ആ രാമായണം നമ്മളിപ്പോൾ കർക്കടക മാസത്തിൽ ആചരിക്കണമെന്ന് ഹിന്ദുമത അന്നത്തെ സമ്മേളനത്തിൽ തീരുമാനിച്ചതാണ്. അതിന് പിന്നെയാണ് ഇത്ര പണ്ടൊക്കെ വായിച്ചിരുന്ന ഓരോ വീട്ടിലൊക്കെ അതിത്ര പബ്ലിസിറ്റി ഇല്ലായിരുന്നു. ഇതിന്റെ എല്ലാ അമ്പലങ്ങളിലും രാമായണത്തിന്റെ ശീലുകൾ മുഴങ്ങുന്നു, അധ്യാത്മ രാമായണം വായിക്കുന്നു, അല്ലേ? എല്ലാ രാജ്യത്തിലും രാമനുണ്ട്. അതാണ് പ്രത്യേകത. ഇന്തോനേഷ്യയിൽ ചെന്ന് നോക്കൂ, അവിടെയും ഉണ്ട് രാമൻ. അങ്ങനെ എവിടെ പോയാലും രാമന്റെ സാന്നിധ്യമുണ്ട്. മാത്രമായി എത്ര എത്ര രാമായണങ്ങളാ, അല്ലേ? ആനന്ദ രാമായണം ഉണ്ട്. അതിലെല്ലാം സന്തോഷം മാത്രമേ ഉള്ളൂ. അത്ഭുത രാമായണം ഉണ്ട്, രാമന്റെ അത്ഭുതങ്ങൾ മാത്രം വർണ്ണിച്ചത്. പാതാള രാമായണം ഉണ്ട്, ഹനുമാന്റെ രാമായണം ഉണ്ട്, അഗസ്ത്യ രാമായണം ഉണ്ട്. അഗസ്ത്യ രാമായണത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലാണ് ഒരുപാട് കാര്യങ്ങൾ രാവണന്റെ ദിഗ്വിജയമൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്. അതില അഗസ്ത്യ രാമായണത്തിൽ വാൽമീകി രാമായണമുണ്ട്, തുളസീദാസ രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, അത്ഭുത രാമായണമുണ്ട്, ആനന്ദരാമായണം പറഞ്ഞു, അത്ഭുത രാമായണമുണ്ട്, ദിവ്യരാമായണമുണ്ട്, കണ്ണശനായ അവരുടെ കണ്ണശ രാമായണമുണ്ട്, രാമായണം 24 വൃത്തമുണ്ട് മലയാളത്തിൽ.
അത് കൂടാതെ രാമായണം എഴുതാത്ത ഒരു ഭാഷയില്ല. എല്ലാത്തിലും രാമായണ കഥകൾ എഴുതിയിട്ടുണ്ട്. അവ എത്രത്തോളം പ്രസിദ്ധി നേടി. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനാരാണ്? വാൽമീകിയാണ്. ആദ്യമായിട്ട് രാമായണം എഴുതിയത് വാൽമീകി തന്നെ. നമ്മളിവിടെ വ്യാസഭഗവാന്റെ അധ്യാത്മ രാമായണമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ഇത് തുഞ്ചത്താചാര്യന്റെ അധ്യാത്മ രാമായണം ഒരുവിധം ഇത് തന്നെയാണ്, വ്യത്യാസമില്ല. ഞാൻ ഏതായാലും വായിച്ച് ഇങ്ങനെ പറഞ്ഞു പോവാം. അല്ലെ നല്ലത്. സുന്ദരകാന്ഡമാണ് പറയുന്നത്. സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ സമുദ്രലംഘനം ചെയ്യുന്നതാണ്. നമ്മള് വാൽമീകി രാമായണത്തിലെ തത്തോ രാവണ നീതായ സീതായ ശത്രുകർശന ഇയേ ശപഥമന്വേഷ്ടം ചരണാചരിതേവധി എന്ന് പറഞ്ഞ് തുടങ്ങും അല്ലേ. അദ്ദേഹം സീതയെ അന്വേഷിക്കാനായിട്ട് ഇവിടെ പുറപ്പെട്ടു എന്ന് അത് തന്നെ ഇവിടെ പറയണം കേട്ടോ. ശതയോജന വിസ്തീർണം സമുദ്രം മകരാലയം ലിലങ്കൈഷുരാനന്ദ സന്തോഹോ മാരുതാത്മജഃ. എന്താണ്? ശതയോജന വിസ്തീർണം, 100 യോജന വിസ്തീർണമുള്ളതായ സമുദ്രം മകരാലയം. ശരിക്കും മകരാലയമാണ്. മകരം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളാണ്. വലിയ വലിയ മത്സ്യങ്ങളും തിമിംഗലങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള സമുദ്രം. ശരിക്കും അതിലെങ്ങാനും പെട്ടുപോയ യാദവഗണങ്ങൾ നമ്മൾ വിഴുങ്ങും. അങ്ങനെയുള്ളതായ സമുദ്രം. അപ്പോ ശതയോജന വിസ്തീർണം സമുദ്രം മകരാലയം. സംസ്കൃത ബുക്ക് പേജ് 197. അതന്നെയായിരിക്കും. അതിലെ ലിലങ്ക യശു എന്ന് പറഞ്ഞ ലംഘിക്കണം എന്ന് ആഗ്രഹിച്ചു അത്രേ. ആര്? ആനന്ദ സന്തോഹോ മാരുതാത്മജഃ. സന്തോഷത്തോടുകൂടിയാ പുറപ്പെട്ടത്. കാരണം രാമനാമാങ്കിതമായ അങ്കുലീയം കയ്യിലുണ്ട്, രാമനാമം നാവിലുണ്ട്, മനസ്സിൽ രാമനെ പ്രതിഷ്ഠിച്ചിരിക്കുക. ഇനി എന്ത് വേണം? ഇതൊക്കെ കൊണ്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആനന്ദ സന്തോഹനായിട്ടുള്ള മാരുതാത്മജൻ പുറപ്പെട്ടത് എന്ന് പറഞ്ഞത്. ജലജന്തുക്കളെ കൊണ്ട് മകരാലയം എന്ന് പറഞ്ഞു. ജലജന്തുക്കളെ കൊണ്ട് സമൃദ്ധമാണ് സമുദ്രം. അതിലെങ്ങാനും പോയാ പോയി. എന്ത് ചെയ്തു? ധ്യാത്വാരാമം പരാത്മാനം ഇദം വചനമബ്രവീത് പശ്യന്തു വാനരാ സർവേ ഗച്ഛന്തം മാം വിഹായ സ. പറയണ ആദ്യം തന്നെ മനസ്സിൽ അങ്ങോട്ട് രാമനെയാണ് ധ്യാനിച്ചത്. രാമനെ ധ്യാനിച്ചുകൊണ്ട് മറ്റു വാനരന്മാരോടായിട്ട് പറഞ്ഞു, നോക്കുവിൻ നിങ്ങൾ എന്നെ, ഞാനിതാ ആകാശവർഗത്തിലൂടെ പോകാൻ പോകുന്നു. വാൽമീകി രാമായണത്തിൽ പറഞ്ഞു എങ്ങനെയാണോ രാമബാണം തതുവത് എന്നാണ് പറഞ്ഞത്. രാമബാണം പോയിട്ട് തിരിച്ച് രാമന്റെ അവനാഴിയിൽ വന്ന് വരും. ആ രാമബാണത്തെ പോലെയാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പൊ തിരിച്ചിട്ട് വരും എന്നുള്ള പ്രതീക്ഷ വാൽമീകിക്ക് അങ്ങനെ വാക്കുകളെ സൂചിപ്പിച്ച് പോവുകയാണ് ചെയ്യാം. ഇപ്പൊ ഇവിടെ പറയണ എല്ലാവരും നോക്കിക്കോളൂ. ധ്യാത്വാരാമം പരാത്മാനം ഇദം വചനമബ്രവീത് പശ്യന്തു വാനരാ സർവേ ഗച്ഛന്തം മാം വിഹായ സ. അമോഘം രാമനിർമുക്തം. അത് പറയണ്ടല്ലോ. മഹാബാണമിവ അഖില പശ്യാമ്യദ്യേവ രാമസ്യ പത്നീം ജനകനന്ദിനീം. എങ്ങനെയാണ് അമോഘം? അമോഘം എന്ന് പറഞ്ഞാൽ സഫലം. മോഘം എന്ന് പറഞ്ഞാൽ നിഷ്ഫലം. അമോഘം എന്ന് പറഞ്ഞാൽ സഫലം. സഫലമാണ് രാഘവ നിർമുക്തം. രാഘവന്റെ കയ്യില് ഒരു അമ്പ് കിട്ടിയിട്ട് അത് കുലച്ചു വിട്ടാൽ അത് സഫലമായിട്ട് തിരിച്ചു വരും. അതുകൊണ്ടാണ് പരശുരാമന്റെ ഭംഗത്തിന്റെ സമയത്ത് പറഞ്ഞു, അങ്ങന്റെ കയ്യിൽ വില്ല് തന്നു, ഞാൻ ബാണം തൊടുത്തു കഴിഞ്ഞു, ഇതിന് ലക്ഷ്യമേതാ എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് പരശുരാമൻ പറഞ്ഞത്, എനിക്കുള്ളതായ എല്ലാവിധ ഐശ്വര്യങ്ങളോ മോക്ഷമാർഗങ്ങളോ ഒക്കെ എടുത്തോളൂ, പക്ഷെ എന്റെ ഗതി മാത്രം തടസ്സപ്പെടുത്തരുത്. എന്താ കാരണം? താൻ എല്ലാവർക്കും കശ്യപൻ തുടങ്ങിയവർക്കൊക്കെ ഭൂമി മുഴുവൻ ദാനം ചെയ്തു. എന്തിന്? 21 തലമുറ ക്ഷത്രിയന്മാരെ കൊന്ന പാപം തീർക്കാൻ. അപ്പൊ എനിക്ക് ഈ ഭൂമിയിലെ സ്ഥലമില്ല. അപ്പൊ ഞാൻ മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകാൻ പറ്റണം, എന്റെ ഗതി തടയരുത്, അല്ലാത്തതൊക്കെ രാമന് തരാന്ന് പറഞ്ഞു. എന്നിട്ട് ആ അസ്ത്രത്തിന് ഇരയായിരുന്നു. അപ്പൊ ഭഗവാന്റെ അമ്പ് വെറുതെ ആവാൻ പാടില്ല. അതേപോലെ അമോഘം രാമനിർമുക്തം മഹാബാണം ഇവാഖിലാഹ. ഏത് ബാണം തൊട്ടാലും കോദണ്ഡത്തിൽ നിന്നും വന്നതായ ഓരോ ബാണവും സഫലമായിട്ട് തിരിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് രണലബ്ധ ഹർഷം നടക്കുന്നത്.
യുദ്ധത്തിൽ സന്തോഷം കണ്ടിട്ടുള്ള ഒരാളാണ് ശ്രീരാമൻ. യുദ്ധത്തിൽ സന്തോഷം ചെറുപ്പകാലത്തിൽ തന്നെ. ആ വിശ്വാമിത്രന്റെ കൂടെ പോയപ്പോഴേ അല്ലേ, അതുപോലെ താടകയെ കൊന്നപ്പോഴേ ഒക്കെ തൻ്റെ ഖരദൂഷണാദികളെ മുഹൂർത്ത നിമിഷത്തിനുള്ളിൽ വധിച്ചപ്പോഴൊക്കെ ആ യുദ്ധത്തിൽ സന്തോഷം കാണുന്നവൻ തൻ്റെ അസ്ത്രം വെറുതെ ആവില്ല. അതുപോലെ പശ്യാമി അദ്യൈവ രാമസ്യ പത്നീം ജനകനന്ദിനീം, ആ ജനകകുമാരിയായ രാമന്റെ പത്നിയെ ഞാൻ കാണും, ഇന്ന് തന്നെ കാണും. എന്താ കാരണം? രാമന്റെ പ്രാണം പോയി, അത് സഫലമായിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൃതാർത്ഥോഹം കൃതാർത്ഥോഹം പുനഃപശ്യാമി രാഘവം പ്രാണപ്രയാണ സമയേ യസ്യ നാമ സകൃസ്മരൻ നരസ്തീർത്വാ ഭവാംബോധിം അപാരം വ്യാധി തത്പദം കിം പുനസ്തസ്യ ദൂതോഹം തദംഗാംഗുലിമുദ്രികഃ. എന്ത് ഭംഗിയായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? കൃതാർത്ഥോഹം കൃതാർത്ഥോഹം, ഞാൻ കൃതകൃത്യനാണ്. എന്താ കാരണം? പുനഃപശ്യാമി രാഘവം, തിരിച്ച് ഞാൻ രാഘവനെ കാണും. എന്തെത്ര ഉറപ്പ് നിനക്ക് എന്ന് ചോദിച്ചപ്പോ പറയണ പ്രാണപ്രയാണ സമയം, നമ്മളുടെ പ്രാണൻ പോകുന്ന നേരത്ത് യസ്യ നാമ, ഏതൊരു ഭഗവാന്റെ നാമത്താണോ സകൃത് സ്മരൻ, ഒരിക്കൽ ഓർത്താൽ മതി. എത്ര രാമ എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മരണക്കിടക്കെ കിടക്കുന്നവരുടെ ചെവിയിൽ രാമനാമം ഓതുന്നത്. ആ രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നരഹാ തീർത്വാ ഭവാംബോധി, ഭവമാകുന്ന സംസാരം, ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, സംസാരമാകുന്ന അമ്പോധി കടല്, ആ സംസാരക്കടലിനെ തരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ആ സംസാരക്കടലിനെ തരണം ചെയ്ത് യാതി തത്പദം, ആ ഭഗവത് പദത്തെ പോയി രാമപാദം ചേരണേ, ആ രാമപാദത്തിൽ പോയി ചേരാൻ സാധിക്കും. അങ്ങനെയുള്ള കിം പുനഃ, ഇനി എനിക്കെങ്ങനെയാ പറ്റാണ്ടിരിക്കുക? കാരണം എന്താണ്? തസ്യദൂതോഹം, ആ രാമന്റെ ദൂതനാണ്. ദൂതൻ മാത്രമല്ല, തദംഗുലീ മുദ്രിക, അദ്ദേഹത്തിന്റെ കയ്യിലിട്ട മോതിരമാണ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത്. ആ രാമനെ തന്നെ ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം സ്മരിച്ചാൽ തന്നെ സംസാരക്കടലിനെ കിടക്കാം. ഈ ഒരു 100 നാഴിക സമുദ്രത്തിനെ കിടക്കാൻ എന്താ പ്രയാസം എന്നാണ് ചോദിക്കുന്നത്. നിതമേവ ഹൃദയേ ധ്യാത്വാ ലങ്കായാം അല്പവാരിധിം, അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ലങ്കയുടെ ഈ ചെറിയത് ഏതാണ് പറയുമ്പോ പറയും, ആ ഹനുമാൻ എങ്ങനെയാണ് സമുദ്രത്തെ കടന്നത്? നമ്മൾ പറയാറുണ്ട് ഗോഷ്പദീകൃതവാരാശിം. ഗോഷ്പദീകൃതവാരാശില്ല, ഒരു കുളമ്പ്, പശുവിന്റെ കുളമ്പോണ്ട് കുഴിച്ചാലുള്ള കുഴി, അതിൽ എത്ര വെള്ളം ഉണ്ടാവും? അതിനെ കടക്കാൻ വല്ല പാടുണ്ടോ? നടക്കാൻ പറ്റാത്തവർക്കും അല്ലേ കടക്കാം. അങ്ങനെയുള്ള ആ അത്രയെ കണക്കാക്കിയുള്ളൂ ഇത്രയും ഹനുമാൻ ഈ വലിയ സമുദ്രത്തിന്. ഗോഷ്പദീകൃത വാരാശി, വാരാശി വാങ്ങുന്ന ജലം, ജലത്തിന്റെ കൂട്ടം അല്ലേ. രാക്ഷസന്മാരെ കണ്ടപ്പോഴോ നമുക്കൊക്കെ കൊതുകിനെ തള്ളുന്ന ഈസി മൈൻഡ്. മസകീകൃത രാക്ഷസം, മസകീകൃതമാണ് അവരൊക്കെ കൊതുകിനെ പോലെ, അത്രയേ വില വെച്ചുള്ളൂ ഈ ഹനുമാൻ. അങ്ങനെയുള്ള ഹനുമാൻ രാമായണ മഹാമാല രത്നം. രാമായണം വലിയൊരു മഹാമാലയാണെങ്കിൽ അതിൽ രത്നമാണ് അത്രേ ഹനുമാൻ. അങ്ങനെയുള്ള ഹനുമാനെ ഞാൻ ധ്യാനിക്കുന്നു. നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറയാറുള്ളതാണ്. അപ്പോ ഈ സമുദ്രം, ഭവസമുദ്രത്തെ തന്നെ കടക്കാൻ ഒരു പ്രാവശ്യം നാമം ഉച്ചരിച്ചാൽ മതിയെങ്കിൽ അദ്ദേഹത്തിന്റെ നാമാങ്കിതമായ അങ്കുലീയം എൻ്റെ കയ്യിലുള്ളപ്പോൾ ഈ സമുദ്രം എക്കണം, ഇത്തിരി വേഗം നമുക്ക് കടക്കാൻ സാധിക്കും. എന്ത് ചെയ്തു? തമേവ ഹൃദയേ ധ്യാത്വാ ലങ്കായാം അല്പവാരിധിം ഇത്യുക്ത്വാ ഹനുമാൻ ബാഹു പ്രസാര്യായതബൽ. എന്ത് ചെയ്തു? കൈ അങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. അത്ര കൈ രണ്ടും അങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. എന്നിട്ട് ഋജുഗ്രീവ, തല ഉയർത്തിപ്പിടിച്ചു. ഋജുഗ്രീവം, ഋജു എന്ന് വെച്ചാൽ നേരെയുള്ളത്. കഴുത്തങ്ങോട്ട് നിവർത്തി പിടിച്ചു. അത്ര കഴുത്ത് നിവർത്തി പിടിക്കണമെങ്കിൽ ധൈര്യമാണ് അല്ലേ. വല്ലവരും കണ്ടാ പേടിച്ചു പറക്കുമ്പോ തല താഴും. ഇവിടെ കഴുത്തങ്ങോട്ട് നിവർത്തി പിടിച്ചു. അത്ര ഋജുഗ്രീവ ഊർധ്വദൃഷ്ടി, മേൽപോട്ട് നോക്കിയെന്ന്. സന്നാങ്കുചിതപദദ്വയ, കുറച്ചു മാത്രം കാലിന്റെ രണ്ടിനെ ഒന്ന് ചെറുതാക്കി പിന്നിലേക്ക് നോടല്ലേ, അതുപോലെ നിന്നു അത്രേ. എന്നിട്ട് എന്ത് ചെയ്തു? ദക്ഷിണാഭിമുഖസ്തൂർണം പുപ്പുളുവേനിലവിക്രമ, അനിലവിക്രമൻ എന്നാ പറഞ്ഞ വായുവേഗത്തില് ഒരൊറ്റ കുതിപ്പ് കുതിച്ചു അത്രേ. ദക്ഷിണാഭിമുഖം, തെക്കോട്ടൊക്കെ ഒരു ചാട്ടം. ആ ആകാശാത്വരിതം ദേവൈഹി വീക്ഷ്യമാണോ ജഗാമസഹ. എല്ലാവരും ഹനുമാന്റെ പോക്ക് കാണാൻ ആകാശത്ത് ദേവന്മാരൊക്കെ നിരന്ന് നിൽക്കുന്നു.
ദൃഷ്ട്വാ വനിസുതം ദേവ ഗച്ഛന്തം വായുവേഗനഃ. വായുവിന്റെ വേഗത്തിലാണ് ഹനുമാനി പോകുന്നത്. ഇത് കണ്ടപ്പോൾ പരീക്ഷണാർത്ഥം സത്യസ്യ വാനരസ്യേദമബ്രുവൻ. ഇയാൾക്ക് എത്ര ധൈര്യം ഉണ്ട് എന്നൊന്ന് പരീക്ഷിക്കാൻ. ബാലിയെ കൊല്ലാൻ സാമർഥ്യമുണ്ടോ എന്ന് സുഗ്രീവൻ വരെ രാമനെ വരെ പരീക്ഷിച്ചതാ. ഈ വലിയ കാര്യം ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, പിന്നെ എത്ര കഴിവുണ്ട് എന്ന് പരീക്ഷിക്കാനായിട്ട് ഗച്ഛത്യേഷ മഹാസത്തു വാനരോ വായുവിക്രമഃ. അതാണ് ഇതിന്റെ പരീക്ഷ ചെയ്യണം എന്ന് വിചാരിച്ചു അത്രേ. മഹാശക്തിശാലിയായ വാനരൻ വളരെ വേഗത്തിലാണല്ലോ പോകുന്നത്. ലങ്കാം പ്രവേശിച്ചും ശക്തോ വാ നവാ ജാനീമഹേ ബലം ഏവം വിചാര്യ നാഗാനാം മാതരം സുരസാഭിധാം. അറിയാം നമുക്ക് കഥ അല്ലേ? ഈ വാനരൻ ലങ്കയിലേക്ക് പ്രവേശിക്കുമോ അല്ലയോ ഇതറിയാനായിട്ട് നാഗമാതാവായ സുരസിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അബ്രവീത് ദേവതാ വൃന്ദ. ദേവന്മാരുടെ കൂട്ടങ്ങളൊക്കെ നാഗമാതാവിനോട് പറഞ്ഞു അത്രേ. എങ്ങനെ? കൗതൂഹല സമന്വിത, സന്തോഷത്തോടു കൂടിയിട്ട് വൃന്ദഹാന്ന് ഏകവചനം. അതുകൊണ്ട് അവിടെ കൗതൂഹല സമൂഹം ഏകവചനത്തിൽ ഉപയോഗിച്ചു കേട്ടോ. ദേവന്മാർ പറഞ്ഞു എന്നർത്ഥം. ഗച്ഛത്വം വാനരേന്ദ്രസ്യ കിഞ്ചിത് വിഘ്നം സമാചര. നീ പോക, ആ ഹനുമാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ജ്ഞാത്വാദസ്യ ബലം ബുദ്ധിം പുനരേഹിത്വരാൻവിധ. അവന് ബുദ്ധിയുണ്ടോ, അവന് ശക്തിയുണ്ടോ എന്ന് അറിഞ്ഞ് തിരിച്ചു വരൂ. ഇത്യുക്താസായയോ ശീഘ്രം ഹനുമദ് വിഘ്ന കാരണാത്. ഹനുമാന് വിഘ്നം ഉണ്ടാക്കാൻ നേരിച്ചിട്ട് സുരസ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ആവൃത്യമാർഗം പുരതഃ സ്ഥിത്വാ വാനരമദ്രവീത്. ആ വാനരന്റെ വഴിയിൽ അങ്ങോട്ട് തടഞ്ഞുകൊണ്ട് ആവൃത്യാന്ന് പറഞ്ഞു. അങ്ങനെ പരന്നു നിന്നു, കടക്കാൻ പറ്റാണ്ട് നിന്ന്. ആകാശമാർഗത്തിലൂടെയാണ് അങ്ങോട്ട് പോണത്. അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു ഏഹിമേ വദനം ശീഘ്രം പ്രവിശസ്വ മഹാമതേ. വരൂ എൻ്റെ വായിലോട്ട് പ്രവേശിക്കൂ എന്ന് പറഞ്ഞു. എന്താ കാരണം? ദേവൈഷ്ടം കൽപ്പിതോ ഭക്ഷ്യ ക്ഷുതസംപീഡിതാത്മനഃ. ഞാൻ വിശന്നു കളഞ്ഞുകൊണ്ടിരിക്കുക, 4-5 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ദേവന്മാരൊക്കെ പറഞ്ഞു ഇപ്പൊ പൊക്കോ, ഹനുമാനെ കിട്ടും തിന്നാമെന്ന്. അതുകൊണ്ട് ഞാൻ വന്നതാണ്. താമാഹ ഹനുമന്മാദഃ അഹം രാമസ്യ ശാസനാത്. അമ്മേന്ന് വിളിച്ചു, മാതഃ എന്നാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു ഞാൻ രാമന് വേണ്ടിയിട്ട് ഗച്ഛാമി ജാനകീം ദ്രഷ്ടും പുനരാഗമ്യ സത്വരഃ. ഞാൻ ജാനകിയെ കാണാൻ പോവുകയാണ്, തിരിച്ചു വരും. രാഘവന്റെ അടുത്ത് കാര്യം പറയണ്ടേ? ഞാൻ തിരിച്ചു വരുമ്പോ രാമായ കുശലം തസ്യ കഥയിത്വാ തദാനനം. രാമന്റെ അടുത്ത് പോയിട്ട് ക്ഷേമം പറഞ്ഞിട്ട് ഞാൻ വന്ന് നിങ്ങളുടെ വായിലേക്ക് പ്രവേശിച്ചോളാം. എൻ്റെ ഡ്യൂട്ടി കഴിയട്ടെ, അതിനെന്നെ വിടൂ എന്ന്. നിവേക്ഷ്യേ ദേഹിമേ മാർഗം. വീണ്ടും ഞാൻ നിങ്ങളുടെ ആനനം നിവേക്ഷ്യേ, അങ്ങയുടെ മുഖത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കൊള്ളാം. അതുകൊണ്ട് എനിക്ക് വഴി തരൂ. ദേഹിമേ മാർഗം സുരസായൈ നമോസ്തുതേ. സുരസയ്ക്ക് നമസ്കാരം. ഇത്യുക്ത്വാ പുനരേവാഹ സുരസാ ക്ഷുദിദാസ്മ്യഹം. അത് കേട്ടപ്പോ സുരസ പറഞ്ഞു ഞാൻ വിശന്നിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? പ്രവിശ്യ ഗച്ഛമേ വക്രം നോ ചേത്വാം ഭക്ഷയാമ്യഹം. എൻ്റെ വായിലേക്ക് പ്രവേശിച്ചിട്ട് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നും. ഇത്യുക്രോ ഹനുമാനാഹ മുഖം ശീഘ്രം വിദാരയ. ഹനുമാൻ പറഞ്ഞു വാഗം വായ തുറക്കൂ, എൻ്റെ ഡ്യൂട്ടി കഴിയണ്ടേ, വായിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. വായിലേക്ക് വരാൻ ഞാൻ റെഡിയാണ്. പ്രവിശ്യവദനം തേദ്യ ഗച്ഛാമിത്തരയാൻവിധഃ. നിങ്ങളുടെ മുഖത്തേക്ക് പ്രവേശിച്ചിട്ട് ഞാൻ വേഗത്തിൽ പൊക്കോളാം. ഇത്യുക്ത്വാ യോജനായാം അദേഹോ ഭൂത്വാ പുരസ്ഥിതഃ. അപ്പൊ എന്താ? യോജനായാമദേഹ. ആയാമെന്ന് വെച്ചാൽ നീണ്ടത്. 1 യോജന വിസ്താരമുള്ള ശരീരത്തോടും വായോടും കൂടി നിന്നു ഈ നാഗമാതാവ്. അപ്പൊ എന്ത് ചെയ്തു? എത്രാമത്തെ എടുത്ത്? യോജനായാമദേഹോ ഭൂത്വാ പുരസ്ഥിതഃ ദൃഷ്ട്വാ ഹനുമാനും വലിയ രൂപം എടുത്തു. ദൃഷ്ട്വാ ഹനുമതോ രൂപം സുരസ പഞ്ചയോജനം മുഖം ചകാര ഹനുമാൻ ദ്വിഗുണം രൂപമാധതത്. 1 യോജന വിസ്താരത്തിൽ ഹനുമാൻ നിന്നപ്പോ സുരസ 5 യോജന വിസ്താരം, 5 യോജന വിസ്താരത്തിൽ തന്റെ വായ തുറന്നു. അപ്പൊ അതിന്റെ ദ്വിഗുണം, ഇരട്ടി, 10 യോജന വിസ്താരത്തിലെ ഹനുമാൻ വലിപ്പം വെച്ചു. തദശ്ചകാര സുരസ യോജനാനാം ചവിംശതിം. 20 യോജന വിസ്താരമായി വക്രം, മുഖം. ചകാര ഹനുമാൻ 30 യോജന സംവിധം.
അപ്പൊ 30 യോജന വിസ്താരത്തിലേക്ക് വലിപ്പം വെച്ചു ഹനുമാൻ. തതശ്ചകാര സുരസ 50 യോജനായതം, 50 യോജനയ്ക്ക് വിസ്താരം വന്നു. 50 50. അപ്പൊ വക്രം തഥാ ഹനുമാൻസ്തു ബഭൂവ അങ്കുഷ്ടസന്നിഭ. ഉടനെ ഹനുമാൻ ഒരു ചെറുവരൽ, ഈ തള്ളവരലിന്റെ വലിപ്പമായി മാറി. വലിപ്പമായിട്ട് മാറി. ഇത് കാണുമ്പോഴേക്കും, ഈ ചെറുതായ രൂപമൊക്കെ സരസ കാണുമ്പോഴേക്കും പ്രവിശ്യ പതനം ദസ്യ പുനരേത്യ പുരസ്ഥിത. അകത്തേക്ക് പോയി പുറത്തേക്ക് വന്നത് അറിഞ്ഞില്ല. വന്ന് പുറത്തേക്ക് വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവിഷ്ടോ നിർഗതോഹന്തേ വദനം ദേവി ദേ നമ. ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് പ്രവേശിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞു. ദേവി, അങ്ങയ്ക്ക് നമസ്കാരം. ഏവം വദന്തം ദൃഷ്ട്വാസ ഹനുമന്തമദബ്രവീത്. ഇങ്ങനെ പറയുന്ന ഹനുമാനോട് നാഗമാതാവ് പറയണ, ഗച്ഛ രാഘവ രാമസ്യ കാര്യം ബുദ്ധിമതാര. നീ ബുദ്ധിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനം, അതുകൊണ്ട് നീ പൊയ്ക്കോളൂ. ദേവൈഹി സംപ്രേഷിതാഹന്തേ ബലം ജിജ്ഞാസുഭിക്കായേ. നിന്റെ ശരീരത്തെ കവയെ, നിന്റെ ബലമറിയാൻ വേണ്ടി ദേവന്മാരാൽ പറഞ്ഞേക്കപ്പെട്ടവളാണ് ഞാൻ. ദൃഷ്ട്വാ സീതാം പുനർഗത്വ രാമം ദ്രക്ഷസി ഗച്ഛഭോഹോ. പൊയ്ക്കോളോ നീ സീതയെ കണ്ട് രാമനെ കാണും. ഇത്യുക്താസായയോ ദേവലോകം വായുസുത പുനഃ ജഗാമ വായുമാർഗേണ ഗരുത്മാനിവ പക്ഷിരാട്. പക്ഷിരാജാവായ ഗരുത്മാൻ, ഗരുത്ത് എന്ന് പറഞ്ഞാൽ ചിറക് എന്നർത്ഥമാണ്. വലിയ ചിറകുള്ളവനാണ് ഗരുത്മാൻ, ഗരുഡൻ. ആ പക്ഷിരാജമായ ഗരുഡനെ പോലെ വായുമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഹനുമാൻ. സമുദ്രോപ്യാഹമൈനാകം മണികാഞ്ചന പർവ്വതം ഗച്ഛത്യേഷ മഹാസത്വോ ഹനുമാൻ മാരുതാത്മജ. അങ്ങനെ തൻ്റെ മേളിൽ കൂടെ പോകുന്നതായ ഹനുമാനെ കണ്ടപ്പോൾ സാഗരം പറഞ്ഞു അത്ര മൈനാകത്തിനോട്. മൈനാക, ഇങ്ങനെയുള്ള മൈനാകം മണികാഞ്ചന പർവ്വതം, സ്വർണവും രത്നങ്ങളൊക്കെ നിറച്ചുള്ള പർവ്വതമാണ് മൈനാകം. ആ മൈനാകത്തിനോട് പറയാണ്, ഗച്ഛതീയേഷ മഹാസത്വോ. ഈ വലിയ രൂപത്തിലുള്ള ഹനുമാൻ മാരുതാത്മജ, വായുപുത്രനാണ് പോണത് കണ്ടില്ലേ. രാമസ്യ കാര്യസിദ്ധ്യർത്ഥം തസ്യത്വം സചിവോ ഭവ. രാമകാര്യം നടത്താനാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നീ അവന് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം സാഗരേർ വർദ്ധിതോ യസ്മാത് പുരാഹം സാഗരോഭവം. പണ്ഡിതന്റെ കുടുംബത്തിലുള്ള സഗരന്മാരാണ് എന്നെ വൃത്തി ഉണ്ടാക്കിയത്. സഗരന്മാരുണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് സാഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതറിയാലോ കഥ. അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിന് തന്നെ കാരണക്കാരി ഇവരുടെ പൂർവികന്മാരാണ്. തസ്യ അന്വയേ ബഭൂവാസു രാമോ ദശരഥി പ്രഭു. ദശരഥപുത്രനായ രാമൻ ആ കുടുംബത്തിൽ ജനിച്ചവനാണ്. തസ്യ കാര്യസിദ്ധ്യർത്ഥം ഗച്ഛത്യേവ മഹാകവി. അദ്ദേഹത്തിന്റെ കാര്യം നടത്താനാണ് ഈ മഹാകവി പോകുന്നത്. ത്വം ഉത്തിഷ്ഠ ജലാത്തൂർണം ത്വയി വിശ്രമ്യ ഗച്ഛതു. നീ വേഗം കയറി അങ്ങടെ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഉയർന്നു വാ. നിന്നിൽ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകട്ടെ. സതതയതി പ്രാദുരബോധ ജലമധ്യാതു മഹോന്നത. ആ സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന് വലിയ ഉയരത്തിൽ പുറത്തേക്ക് വന്നു. എങ്ങനെ? നാനാമണിമയ ശൃംഗൈഹി തസ്യോപരി നരാകൃതി. മനുഷ്യന്റെ രൂപം ധരിച്ചു വന്നു അത്രയും മൈനാകം, ധാരാളം രത്നങ്ങളൊക്കെ കൊണ്ട്. എന്നിട്ട് പ്രാഹയാന്തം ഹനുമന്തം മൈനാഹോകം മഹാകപേ. ഹേ മഹാകപേ, ഞാൻ മൈനാകം എന്നുള്ള പർവ്വതമാണ് എന്ന് പോകുന്ന ഹനുമാനോട് പറഞ്ഞു. സമുദ്രേണ സമാധിഷ്ഠ ത്വദ്വിശ്രാമായ മാരുതേ. നിനക്ക് വിശ്രമിക്കാൻ വേണ്ടി സമുദ്രത്താൽ പറഞ്ഞേക്കപ്പെട്ടവനാണ്. ആഗച്ഛ അമൃതകൽപാനി ജഗ്വാപക്വബലാനിമേ. എന്നിൽ നിറച്ച് പഴങ്ങളുണ്ട്, അമൃതം പോലുള്ള പഴങ്ങളുണ്ട്, അതൊക്കെ തിന്നിട്ട് പോകാം. വിശ്രമ്യ അത്ര ക്ഷണം പശ്ചാത് ഗമിഷ്യതി യഥാസുഖം. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് സുഖമായിട്ട് പൊക്കോളൂ. ഏവമുക്തോദതം പ്രാഹ ഹനുമാൻ മാരുതാത്മജ. പ്രകാരം പറഞ്ഞപ്പോ ഹനുമാൻ പറയണം എന്താണ്? ഗച്ഛതോ രാമകാര്യാർത്ഥം ഭക്ഷണം മീ കഥം ഭവേത്. ഞാൻ രാമകാര്യത്തിന് പോകുമ്പോ ഭക്ഷിക്കാൻ നിൽക്കി. രാമകാര്യം നടന്നിട്ടേ കഴിഞ്ഞ ഒരു കാര്യം, അതിനു മുമ്പ് ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട. വിശ്രാമോ വാ കഥമാസ്യ ഗന്ധവ്യം ത്വരിതം മയ. വിശ്രമിക്കാൻ എനിക്ക് നേരമില്ല, എനിക്ക് വേഗം പോകണം. ഇത്യുക്തസ്പൃഷ്ടശിഖര കരാഗ്രേഡയോ കവി. അതിന്റെ ശിഖരത്തിനെ ഒന്ന് തൊട്ടു, എന്നിട്ട് അവിടുന്ന് പുറപ്പെട്ടു. കിഞ്ചിത് ദൂരം ഗതസ്യ ഛായാം ഛായാഗ്രഹോ ഗ്രഹീത്. കുറച്ചു ദൂരം പോയപ്പോൾ എന്താണ്? ഛായാഗ്രാഹിയായ രാക്ഷസി വന്ന്, സിംഹിക എന്നാണ് രാക്ഷസിക്ക് പേര്. അവള് ഹനുമാന്റെ നിഴലിനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. സമുദ്രത്തിൽ നിഴൽ കാണുമല്ലോ, ആ നിഴലിനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി.
സിംഹികാ നാമ സാഘോര ജലമധ്യേ സ്ഥിതാ സദാ, എപ്പോഴും ജലത്തിന്റെ നടുവിലിരിക്കുന്ന സിംഹികയാണവൾ. ആകാശഗാമിനാം ഛായാം ആദൃശ്യാദൃശ്യ പക്ഷേത്, ആകാശത്തിൽ പോകുന്നവരുടെ നഴല് കാണുമല്ലോ, അതിനെ പിടിച്ച് തിന്നാണ് അതിന്റെ ജോലി. അങ്ങനെ അവൾ ഛായാഗ്രാഹി രാക്ഷസി പിടിച്ചു. തയാ ഗൃഹീതോ ഹനുമാൻ ചിന്തയാമാസ വീര്യവാൻ, അവളാൽ പിടിക്കപ്പെട്ട ഹനുമാൻ മനസ്സിൽ ചിന്തിച്ചു അത്രേ, കേനേദം മേ കൃതം വേഗരോധനം വിഘ്നകാരണ, ആരാണ് എന്റെ വേഗത്തിനെ തടയുന്നത്? മുൻപിലേക്ക് പോകാൻ പറ്റാണ്ട് തടയുന്നുണ്ടല്ലോ. ദൃശ്യതേ നൈവ ഗോപ്യത്ര വിസ്മയോ മേ പ്രജായതീന, കാണാൻ ആരെയും കാണാനുമില്ല. എനിക്ക് വല്ലാതെ ആശ്ചര്യം തോന്നുന്നു. ഏവം വിചിന്യ ഹനുമാൻ അധോ ദൃഷ്ടിം പ്രസരേത്, വേഗം തന്നെ താഴത്തേക്കൊന്ന് നോക്കിയത്രേ. നോക്കിയപ്പോഴോ തത്ര ദൃഷ്ട്വാ മഹാകായം സിംഹികാം ഘോരരൂപിണീം പപാദ സലിലേ തൂർണം പദ്ഭ്യാമേവാവഹൻ ദൃഷ. എന്തിന് ഇതെന്ന് വെച്ചാൽ കാലുകൊണ്ട് തന്നെ ഒരു ചവിട്ടിക്കൊണ്ട് രുഷ, കോപം കൊണ്ട് കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് സമുദ്രത്തിലേക്ക് ഒരു ചാട്ടം. പുനർ ഉത്പ്ലുത്യ ഹനുമാൻ ദക്ഷിണാഭിമുഖോ യയോ, പിന്നീട് അവിടുന്ന് ചാടി തെക്കോട്ട് പുറപ്പെട്ടു. തതോ ദക്ഷിണമാസാദ്യ കൂലം നാനാഫലധ്രുവം, അപ്പോഴാണ് ദക്ഷിണ തീരത്തിലെ ധാരാളം വൃക്ഷങ്ങളും ചെടികളും ഉള്ളതായ തീരം. നാനാ പക്ഷി മൃഗാകീർണം നാനാ പുഷ്പലതാവൃതം തതോ ദർശനകരം ത്രികൂടാജലമൂർധനി. അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു തീരത്തെ. അവിടെ ധാരാളം വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അവിടെ തന്നെ ത്രികൂടപർവ്വതത്തിന്റെ മുകളിൽ വന്ന് നിന്നു. പ്രാകാരേർ ബഹുവിർയുക്തം പരീക്ഷാഭിസ്വ സർവദ, വലിയ വലിയ കോട്ടമതിലുകളുണ്ട്, കിടങ്ങുകളുമുണ്ട്. പ്രവേക്ഷ്യാമി കഥം ലങ്കാം ഇതി ചിന്താപരോഭവത്, ഇങ്ങനെ കോട്ടകളും കൊത്തളങ്ങളും ഉള്ള സ്ഥലത്തേക്ക് ഞാൻ എങ്ങനെ പ്രവേശിക്കും എന്നുള്ള ചിന്തയിൽ മുഴുകി. രാത്രോ വേക്ഷ്യാമി സൂക്ഷ്മോഹം ലങ്കാം രാവണപാലിതാം, രാവണപാലിതമായ ലങ്കയിലേക്ക് രാത്രിയിലെ സൂക്ഷ്മരൂപത്തിൽ പ്രവേശിക്കാം. ഏവം വിചിന്യ തത്രൈവ സിദ്ധ്വാ ലങ്കാം ജഗാമസഹ, ഇത്രയും മനസ്സിൽ വിചാരിച്ചിട്ട് രാത്രിക്ക് പോകാൻ പുറപ്പെട്ടു. ധൃത്വാ പ്രവിശന്തം ഹനുമന്തം ദൃഷ്ട്വാ ലങ്കാവ്യതർജയത്, ലങ്ക ഭീഷണിപ്പെടുത്തി. എന്താണ്? കഷ്ടം മനരൂപേണ മാമനാദിത്യ ലങ്കിണി, ഞാൻ ലങ്കിണിയാണ്, ലങ്കയെ രക്ഷിക്കുന്ന ലങ്കിണിയാണ്, എന്നെ വഹവയ്ക്കാതെ നീ ഏത് വാനരനാകണ്ട വരുന്നത്? പ്രവിശ്യ ചോരവത് രാത്രൗ കിംബവാൻ കർത്തുച്ഛതി, രാത്രിയിൽ ഒരു കള്ളനെ പോലെ പ്രവേശിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത്യുക്താരോഷതാം പ്രാക്ഷി പാദേന അഭിജഗാനതം, കാലോണ്ടൊരു ചവിട്ട് വെച്ച് കൊടുത്തു. ഉടനെ ഹനുമാനപിതാം വാമമുഷ്ടിനാവജ്ഞയാഹൻ, തൻ്റെ ഇടത് കൈയുണ്ട് അത് ചുരുട്ടിപ്പിടിച്ച അവജ്ഞയോടുകൂടി ഒരു തട്ട് കൊടുത്തു. തദൈവ പതിതാ ഭൂമൗ രക്തമുദ്വമതീവൃശം, ഉടനെ രക്തം ഛർദ്ദിച്ചുകൊണ്ട് ലങ്കിനി താഴത്തേക്ക് വീണു. ഉത്ഥായ പ്രാഹസാലങ്ക ഹനുമന്തം മഹാബലം, മഹാബലവാനായ ഹനുമാനെ കണ്ട് ആ ലങ്കാനഗരി പറയുകയാണ്, ഹനുമന് ഗച്ഛഭദ്രം തേ ജിതാലങ്കാത്വയാനഘ, നീ ലങ്കയെ ജയിച്ചിരിക്കുന്നു, ഇഷ്ടം പോലെ പോയിക്കോളൂ. ഇതെന്താ ഇത്രയും ഞാൻ പറയാൻ കാരണം? പുരാ ബ്രഹ്മണ പ്രോക്ത ഹ്യഷ്ടാവിംശതി വരെ, 28ാമത്തെ എന്ന് പറഞ്ഞ അഷ്ടാവിംശതി, പണ്ട് കാലത്തിലെ 28ാമത്തെ ചതുർയുഗ ത്രേതായുഗത്തിൽ വെച്ചിട്ട്, ത്രേതായുഗേ 28ാമത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ ദാശരഥി രാമോ നാരായണോ വ്യയ, ദശരഥപുത്രനായിട്ടുള്ള രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ജനിഷ്യതേ യോഗമായ സീത ജനകവേശ്മനി, ജനിക്കും യോഗമായ സീതയായിട്ട് ജനകന്റെ കൊട്ടാരത്തിലും. ഭൂഭാരഹരണാർത്ഥായ പ്രാർത്ഥിതോ യമ്മയാ ക്വചിത്, ഭൂമിയുടെ ഭാരം തീർക്കണമെന്ന് എന്നാൽ തന്നെ പ്രാർത്ഥിക്കപ്പെട്ടതാണ്. സഭാര്യോ രാഘവോ ഭ്രാത്ര ഗമിഷ്യതി മഹാവനം, അത് ബ്രഹ്മദേവൻ പറയുന്നതാണ്. എന്നാൽ പ്രാർത്ഥിക്കപ്പെട്ട ഭൂഭാരഹരണാർത്ഥായ മയാ പ്രാർത്ഥിക്കും, എന്നാൽ പ്രാർത്ഥിക്കപ്പെട്ടു എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. കണക്ഷൻ മനസ്സിലായോ? ഇതിൽ വാചകം പറഞ്ഞേക്കോ, പുരാഹം ബ്രഹ്മണ പ്രോക്ത, പണ്ട് ബ്രഹ്മാവിനാൽ ഞാൻ പറയപ്പെട്ടു. ബ്രഹ്മാവിനോട് പറഞ്ഞതാണ്. എന്താണ്? അഷ്ടാവിംശതി വര്യേ ത്രേതായുഗേ ദാശരഥി രാമോ നാരായണോ വ്യയ, ദശരഥപുത്രനായിട്ട് സാക്ഷാൽ പുരുഷോത്തമനായ നാരായണൻ ജനിഷ്യതേ, ജനിക്കും. യോഗമായ സീത ജനകവേശ്മനി, യോഗമായ സീത ജനകന്റെ കൊട്ടാരത്തിലും ജനിക്കും. ഭൂഭാരഹരണാർത്ഥായ പ്രാർത്ഥിതോഹം മയാ ക്വചിത്,
ഞാൻ തന്നെയാണ് ഭൂഭാരം തീർക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് ബ്രഹ്മദേവൻ പറയണം. എന്നിട്ട് സഭാര്യോ രാഘവോ ഭ്രാത്ര ഗമിഷ്യതി മഹാവനം, ഭാര്യയോടുകൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കും. തത്ര സീതാം മഹാമായാം രാവണോ അപഹരിഷ്യതി, മഹാമായയായ സീതയെ രാവണൻ അപഹരിക്കും. പശ്ചാത് രാമേണ സാചിവ്യം സുഗ്രീവസ്യ ഭവിഷ്യതി, രാമൻ സുഗ്രീവുമായിട്ട് സഖ്യം ചെയ്യും. സുഗ്രീവോ ജാനകീം ദ്രഷ്ടും വാനരാൻ പ്രേഷയിഷ്യതി, സുഗ്രീവൻ വാനരന്മാരെ പറഞ്ഞേക്കും സീതയെ കാണാനായിട്ട്. തത്രൈവോ വാനരോ രാത്രോ ആഗമിഷ്യതി രേന്ദികം, ഒരു രാത്രിയിൽ ഒരു വാനരൻ നിന്റെ അടുത്തേക്ക് വരും. തയാച ബർസിദഃ സോപി ത്വാം ഹനിഷ്യതി മുഷ്ടിന, നീ ഭീഷണിപ്പെടുത്തുമ്പോൾ നിന്നെ ഇടത്ത് കൈ ചുരുട്ടി നിന്നെ തട്ടിയിടും. തേനാഹതത്വം വ്യഥിത ഭവിഷ്യതി യദാനഘേ, അവന്റെ മുഷ്ടി ചുരുട്ടിയിട്ടുള്ള അടികൊണ്ട് നീ എപ്പോൾ സങ്കടപ്പെടുമോ തദേവ രാവണസ്യാന്തോ ഭവിഷ്യത്തി ന സംശയ, അന്ന് രാവണൻ അവസാനമാണ്, ഒരു സംശയവുമില്ല. തസ്മാത് ത്വയാ ജിത ലങ്ക ജിതം സർവം ത്വയാനക, അതുകൊണ്ടാണ് ലങ്ക ജയിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത്. രാവണ അന്തപുരവരെ ക്രീഡാകാനനമുത്തമം, രാവണന്റെ അന്തപുരത്തിൽ ഒരു ക്രീഡാകാനനമുണ്ട്, കളിക്കാനുള്ള വിഹരിക്കാനുള്ള ഒരു കാനനം. തന്മധ്യേ അശോകവനിക ദിവ്യപാദപസങ്കുല, ആ ഉദ്യാനത്തിന്റെ നടുവിലായിട്ട് ഒരു അശോകത്തോട്ടമുണ്ട്, ദിവ്യമായ വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞതാണ്. അസ്തി തസ്യാം മഹാവൃക്ഷ ശിംസുഭ നാമ മധ്യക, അവിടെ ശിംസഭ എന്ന പേരായ ഒരു വൃക്ഷവുമുണ്ട്. തത്രാസ്തേ ജാനകി ഘോര രാക്ഷസി ഭീസുരക്ഷിത, രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് അവനാൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സീത എവിടെയുണ്ട്. ദൃഷ്ട്വൈവ ഗച്ഛത്വരിതം രാഘവ എലിവേദയ, പോയി കണ്ടിട്ട് രാഘവനോട് അറിയിച്ചോളൂ എന്ന് ലങ്കിണി പറഞ്ഞു. ധന്യാഹമപ്യദ്യചിരായ രാഘവ സ്ഫൂർത്തിർമമാസീ ഭവപാശമോചിനി, സ്മൃതിർമമാസ്തി ഭവപാശമോചിനി, തത് ഭക്തസംഗോപ്യതി ദുർലഭോ മമ പ്രസീദതാം ദശരഥി സദാഗതി. അവൾ പ്രാർത്ഥിക്കണം, ഇന്ന് ധന്യാഹം, ഞാൻ ഭാഗ്യവതിയായി തീർന്നിരിക്കുന്നു. എന്താണ് കാരണം? ചിരായ, കുറെ കാലം കഴിഞ്ഞ് രാഘവ സ്മൃതി, ഭഗവാനെ ഓർക്കാൻ എനിക്ക് സാധിച്ചു. ഭവപാശമോചനി, സംസാര കയറിനെ ഛേദിക്കുന്നതായ ആ രാമനെ എനിക്ക് ഓർക്കാൻ പറ്റി. തദ് ഭക്തസംഗ, ആ രാമന്റെ ഭക്തനെ കണ്ടുമുട്ടുക എന്നുള്ളത് ദുർലഭമായൊരു കാര്യമാണ്. അതും എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രസീദതാം ദശരഥി സദാഹൃതി, എന്റെ ഹൃദയത്തിൽ എപ്പോഴും ദശരഥപുത്രൻ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഉല്ലംഘിതേബ്ദൗ പവനാത്മജേന ധരാസുധായാശ്ച ദശാനനസ്യ പുഷ്പോരവാമാക്ഷി ഭുജശ്ച തീവ്രം രാമസ്യ ദക്ഷാന്തമതീന്ദ്രിയസ്യ. പറയണം എന്ത് ചെയ്തു അത്രേ? ഉല്ലംഘിതേ അബ്ദൗ, സരിസപ്തമി പ്രയോഗിച്ചു. സമുദ്രം അങ്ങോട്ട് ചാടിക്കടന്നു. ആരാൽ? പവനാത്മജേന, വായുപുത്രനാൽ സമുദ്രം ലംഘിക്കപ്പെട്ട സമയത്ത് ധരാസുതായ, ഭൂമിപുത്രിയായ സീതയുടെയും ദശാനനസ്യ രാവണന്റെയും പുഷ്പോര പടച്ചു അത്രേ വാമാക്ഷി, ഇടത് കണ്ണ് തുടിച്ചു. സീതയ്ക്കും ഇടത് കണ്ണ് തുടിച്ചു, ദശാനനും ഇടത് കണ്ണ് തുടിച്ചു. സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് നല്ലത്, പുരുഷന്മാർക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് മോശം. ഭുജസ്യ തീവ്രം രാമസ്യ ദക്ഷാംഗം, രാമന്റെ ദക്ഷാംഗം വലതുവശമാണ് പെടുന്നത്. അതീന്ദ്രിയനായ രാമന്റെ ദക്ഷാംഗം സ്മരിച്ചു, രാമന്റെ വലതുവശം സ്മരിച്ചു. അത് ശ്രേഷ്ഠം. പുരുഷന്മാർക്ക് വലതുഭാഗത്ത് പെടുന്നത് നല്ലത്. ഇവിടെ ഇടതുഭാഗത്താണ് രണ്ടുപേർക്കും ഉണ്ടായത്. രാമൻ അതേ സമയത്ത് ദക്ഷാംഗം ഉണ്ടായി. ഇത് അതീന്ദ്രിയസ്യ, ഇന്ദ്രിയജിത്തനായ ആ രാഘവന്റെ വലത് കണ്ണാണ് പിടച്ചത്. നല്ല ശ്ലോകലേതാണ്. ഇത് ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ പ്രഥമ സർഗ. ഇനി എടുത്തത് എന്ത് ചെയ്തു? ആ ഹനുമാൻ വാടികയിലെ രാവണനെയും സീതാദേവിയും ഒക്കെ, സീതാദേവിയെ കിടന്ന് ഭീഷണിപ്പെടുത്തുന്ന രംഗം കാണുകയാണ്. നോക്കാം. ശ്രീ മഹാദേവൻ പിന്നെയും പറയണം ഉമയോട്, പാർവതിയോട്. തതോ ജഗാമ ഹനുമാൻ ലങ്കാം പരമശോഭനം രാത്രോ സൂക്ഷ്മതനുർഭൂത്വാ ഭഭ്രാമ പരിതപുരീം. ആ ലങ്കയിലേക്ക്, മനോഹരമായ ലങ്കയിലേക്ക് പ്രവേശിച്ചു. രാത്രി മുഴുവൻ ആ പട്ടണം ചുറ്റിക്കണ്ടു.
സീതാന്വേഷണകാര്യാർത്ഥി പ്രവിവേശ നൃപാലയം തത്ര സർവപ്രദേശേഷു വിവിച്യ ഹനുമാൻ കവിഃ. ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു അവിടെയൊക്കെ അന്വേഷിച്ചു. നാപശ്യത് ജാനകീം സ്മൃത്വാ തതോ ലങ്കാഭിഭാഷിതം ജഗാമ ഹനുമാൻ ശീഘ്രം അശോകവനികാം ശുഭാം. അവിടെയൊക്കെ കാണാണ്ടായപ്പോഴാണ് ലങ്ക പറഞ്ഞത് ഓർമ്മ. ലങ്കിണി പറഞ്ഞിട്ടുണ്ടല്ലോ, അശോകവനികയുടെ ഇവിടുത്തെ ക്രീഡാദ്യോനമാണ്. അതിൻ്റെ നടുക്കുള്ള അശോകവനിക, അവിടെ നടുക്കൊരു ശംശുഭാവൃക്ഷമുണ്ട്, അതിൻ്റെ ചുവട്ടിലെ രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട സീതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ലങ്കാഭിഭാഷിതം, ലങ്ക പറഞ്ഞത് സ്മൃത്വ ഓർത്തു അത്രേ. എന്നിട്ട് ജഗാമ ഹനുമാൻ ശീഘ്രം അശോകവനികാം ശുഭാം, അശോകവനികയിലേക്ക് പ്രവേശിച്ചു. സുരപാദപഥം പാദം രത്നസോപാനവപികാം നാനാപക്ഷി മൃഗാകീർണാം സ്വർണപ്രാസാദശോഭിലാം. അവിടുത്തെ ഭംഗി പറയണം. അതായത് ധാരാളം ദേവവൃക്ഷങ്ങളൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. വലിയ തരുരത്നാനി എന്നാണ്. സ്വർഗത്തിലുള്ള വൃക്ഷങ്ങളെയൊക്കെ കൊണ്ടുവന്ന് തൻ്റെ നാട്ടിൽ നിർത്തും. മാത്രമല്ല അവിടുത്തെ സ്ത്രീകളെയും പിടിച്ചോളൂ. അതാണ് രാവണന്റെ പ്രവൃത്തി അല്ലേ. എന്നിട്ട് ലങ്കാം കൊണ്ടുവന്ന് ലങ്കയിൽ സുമായി വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധാരാളം സുരപാദവം, പാരിജാതം തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ രത്ന സോപാനവാപികം, അവിടെ കോളമുള്ളത് ചവിട്ടുപടിയൊക്കെ സ്വർണമാണത്രേ. സോപാനം ചവിട്ടുപടി. പിന്നെ നാനാ പക്ഷി മൃഗാകീർണം, പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഉണ്ട്. സ്വർണപ്രാസാദശോഭിതം, അവിടെയുള്ള മാളികകളൊക്കെ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണത്രേ. ലങ്ക സ്വർണമയമാണല്ലോ. ഫലൈഹി ആനമ്രശാഖാഗ്രപാദവൈ പരിവാരിതം, വൃക്ഷങ്ങളെ പഴുത്തു കുലുങ്ങിയത് കൊണ്ടൊക്കെ താങ്ങിരിക്കേണ്ട കൊമ്പുകള്. വിചിന്മൻ ജാനകീം തത്ര പ്രതിവിക്ഷം മരുത്സുര, ഈ വായുപുത്രൻ ഓരോ വൃക്ഷച്ചുവട്ടിലും സീതയുണ്ടോ സീതയുണ്ടോ നോക്കി നടക്കണം. ദദർശ അബ്രഹ്മികം തത്ര ചൈത്യപ്രാസാദമുത്തമം, അവിടെ അബ്രഹ്മികം ആകാശം മുട്ടി നിൽക്കുന്ന മേഘങ്ങളെ തൊട്ടുരുമ നൽകിയ ചൈത്യപ്രാസാദത്തിനെ കണ്ടു. ചൈത്യം എന്ന് പറഞ്ഞാൽ പ്രാസാദം, ചൈത്യപ്രാസാദം ദേവാലയം പോലെ. എന്നിട്ട് ദൃഷ്ട്വാ വിസ്മയമാവന്നോ മണിസ്തംഭസദാന്വിതം, അത് മണിസ്തംഭസദാന്വിതം എന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് തൂണുകൾ ഉണ്ട് അത്രേ. അതൊക്കെ രത്നം പതിച്ച തൂണുകൾ. വാൽമീകി രാമായണത്തിൽ എന്താ പറയാറുണ്ട്? ദർശ കണ്ടു എന്നാ. ചൈത്യപ്രാസാദമൂർജിതം, എങ്ങനെയാ കണ്ട ചൈത്യപ്രാസാദം എന്ന് പറയുന്നത് വാൽമീകി. മധ്യേ സ്തംഭസഹസ്രേണ സ്ഥിതം കൈലാസപാണ്ഡുരം പ്രവാളകൃത സോപാനം തപ്തകാഞ്ചനവേദികം മുഷ്ണന്തമിവ ചക്ഷുംഷി ദ്യോതയന്തമിവ ശ്രിയ വിമലം പ്രംസുഭാവത്വാത് ഉല്ലിഖന്തമിവാംബരം. അതെന്നെ ചുറ്റി പറഞ്ഞു അല്ലേ. അത്രയും മനോഹരമായിട്ട് 1000 തൂണുകളിലെ സ്വർണമായിട്ടുള്ള പ്രാസാദം. സമതീത്യ പുനർഗത്വ, അതൊക്കെ കടന്നുപോയി. അവിടെ ഒന്നും സീതയെ കാണാനില്ല. കിഞ്ചിത് ദൂരം സമാരുതി ദദർശ ശിംശഭാവൃക്ഷം അത്യന്ത നിബിഡച്ഛതം, അത്യന്ത നിബിഡച്ഛതം എന്ന് പറഞ്ഞു. അതിൽ ഇലകൾ ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നത്, ഇലകൾ നിറച്ചുള്ള ശിംശഭാവൃക്ഷത്തിനെ കണ്ടു. ശിംശഭാവൃക്ഷത്തിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറമാണ്, സ്വർണ്ണ നിറമാണ്. അപ്പോ ഹനുമാൻ വിചാരിച്ചപ്പെടി ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഹനുമാൻ എങ്ങനെയുള്ളതാണ് അല്ലേ? കാഞ്ചനാങ്കരയാണ്. നമ്മൾ പറയാറില്ലേ കാഞ്ചനാങ്കര വിഗ്രഹം എന്ന് പറയാറുണ്ട് ഭഗവാന്, ഹനുമാനെ പറയുമ്പോൾ. അപ്പൊ സ്വർണ്ണമയത്തിലുള്ളതാണ് തന്റെ മുടികളൊക്കെ. അപ്പൊ അതിനുള്ളിൽ കയറി ഇരുന്ന നിറച്ച് വൃക്ഷത്തിന്റെ ഇലകളും ഉണ്ട്. അതിന്റെ ഇടയിൽ മറിഞ്ഞിരുന്ന ഈ വാനറിനെ ആരും കാണില്ല. അന്നേ കള്ളത്തരം അല്ലേ, കാണില്ല. അതിന്റെ ഇടയിൽ മാറിയിരുന്നാൽ പെട്ടെന്ന് ഒരാൾക്ക് അവിടെ വാനരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ശിംശുഭാവൃക്ഷത്തിൽ തന്നെ കിടക്കും. കാരണം മുക്തമാണ്, രാക്ഷസന്മാരാൽ രക്ഷിക്കപ്പെടുന്നതാണ് രാവണ രാജധാനി. പെട്ടെന്നൊന്നും അവിടെ കാണാതെ പോകാൻ പറ്റില്ല. ഇപ്പോഴെന്തൊരു സമതീത്യ പുനർഗത്വ കിഞ്ചിത് ദൂരം സമാരുതി ദദർശ ശിംശുഭാവൃക്ഷം അത്യന്ത നിബിഡച്ഛതം. ഛതം എന്ന് പറഞ്ഞ ഇല, ഇലകളെ കൊണ്ട് നിറഞ്ഞത്. അദൃഷ്ടാന്തം അദൃഷ്ടാദവമാജീർണ വെയിലേ കാണാനില്ല, നല്ല തണല്. സ്വർണവർണ്ണ വിഹംഗമം, അവിടെയുള്ള പക്ഷികളും സ്വർണ്ണ നിറത്തിലാണ് അത്രേ. തന്മൂലേ രാക്ഷസി മധ്യേ സ്ഥിതാം ജനകനന്ദിനി, ആ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ജനകനന്ദിനി ഇരിക്കുന്നത് രാക്ഷസിമാരുടെ ഇടയിൽ. ദദർശ ഹനുമാൻ വീരോ
ദേവതാം ഇവ ഭൂതലേ, ഭൂമിയിൽ ദേവത വന്നിരിക്കുന്ന മാതിരി തോന്നിയത്രേ സീതയെ കണ്ടപ്പോ. ഏകവേണീം കൃശാന്തീനാം മലിനാം ഭരധാരിണീം, തലമുടി ഒറ്റയ്ക്ക് പിന്നിട്ടിരിക്കുകയാണെന്ന്, ഒറ്റ പിന്നൽ പിന്നിട്ടിരിക്കുന്നു. കൃഷ ക്ഷീണിച്ചിരിക്കുന്നു, ദീനയായിട്ടിരിക്കുന്നു. മലിനാം ഭരധാരിണീം, അഴുക്ക് പിടിച്ച വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഭൂമൗ ശയാനാം ശോചന്തീം രാമ രാമേതി ഭാഷിണീം, ഭൂമിയിൽ കിടന്ന് കരയാണ്. രാമ രാമ എന്ന് മാത്രമേ വായിൽ വരണുള്ളൂ അല്ലെ. ത്രാതാരം നാദിഗച്ഛന്തീം ഉപവാസകൃശാം ശുഭാം, തന്നെ രക്ഷിക്കാൻ ആരും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഉപവാസപ്പെടുത്തിരിക്കുക, ക്ഷീണിച്ചു പോയിരിക്കുന്നു. ശാഖാന്തോ ദദർശ കവികുഞ്ചരഃ, ആ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഈ കവികുഞ്ചരൻ, കുഞ്ചരൻ ചാണാർത്ഥം കേട്ടോ, പക്ഷെ ശ്രേഷ്ഠൻ, വാനരശ്രേഷ്ഠൻ കണ്ടു. കൃതാർത്ഥോഹം കൃതാർത്ഥോഹം ദൃഷ്ട്വാ ജനകനന്ദിനെ, ഓ സീതയെ കണ്ടുല്ലോ, സീതയെ കണ്ടുല്ലോ, ഞാൻ കൃതാർത്ഥനായി. മയൈവ സാധിതം കാര്യം രാമസ്യ പരമാത്മനഃ, പരമാത്മാവായ രാമന്റെ കാര്യം ഞാൻ നടത്തിയിരിക്കുന്നു. തഥ കില കിലാ ശബ്ദോ ബഭൂവാന്തപുരാത്മനി, പെട്ടെന്ന് കില കില കിലാന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നു അന്തപുരത്തിന് പുറത്ത്. കിം ഏതത് ഇതി സംലീനോ വൃക്ഷപത്രേഷു മാരുതി, ആ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇത് എന്തുട്ടാണെന്ന് നോക്കത്രേ. നോക്കുമ്പോ ആയാന്തം രാവണം തത്ര സ്ത്രീജനൈ പരിവാരിതം, കുറെ സ്ത്രീകളോടുകൂടി വരുന്നതാ. രാവണനെ കണ്ടു, രാവണനായിട്ട് വരികയാണ്. എന്താണ്? ദശാസ്യം, 10 മുഖം കാണുന്നുണ്ട്. വിംശതിഭുജം, 20 കൈകളുണ്ട്. നീലാഞ്ജനചയോപമം, കണ്ടാൽ നീലപർവ്വതമാണോ വരുന്നത് എന്ന് തോന്നും. ദൃഷ്ട്വാ വിസ്മയമാപന്നഃ പത്രസന്ദേശരീയത, അങ്ങനെയുള്ള രാവണനെ കണ്ടപ്പോ വേഗം തന്നെ പത്രസന്ദേശു, ആ പത്രങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് ഒളിച്ചിരുന്നു അത്രേ. രാവണോ രാഘവേണാശു മരണം മേ കഥം ഭവേത് സീതാർത്ഥം അഭിനായതി രാമ കിം കാരണം ഭവേത്. രാവണന് എങ്ങനെയാണ്, രാവണനെ കുറിച്ച് എപ്പോഴും ഇതേ ചിന്തയാണ്. ഏത് തരത്തിലാണ് ശ്രീരാമചന്ദ്രന്റെ കൈകൊണ്ട് രാവണൻ മരിക്കപ്പെടുക, എന്റെ മരണം എപ്പോഴാണ് ഉണ്ടാകുക എന്നാണ് വിചാരം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ സീതയ്ക്ക് വേണ്ടിയിട്ട് വന്നില്ലല്ലോ രാമൻ എന്ന് അവിടെ പ്രതീക്ഷിക്കുക. കാരണം ആരാണത്? ജയവിജയന്മാരുടെ രാമൻ. അപ്പൊ ഭഗവാന്റെ കൈ കൊണ്ട് വരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഇന്ത ഈ രാമൻ വരാണ്ടിരിക്കുന്നത് എന്നാണ് ഇത്ര ചിന്ത. ആർക്കെ? രാവണന്. സീതയെ അന്വേഷിച്ചിട്ടെങ്കിലും വരണ്ടേ, എന്താ ഈ രാമൻ വരാണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നോക്കൂ അല്ലേ. രാവണോ രാഘവേണാശു മരണം മേ കഥം ഭവേത്, ഈ രാഘവന്റെ കയ്യിൽ നിന്ന് എനിക്ക് എപ്പോഴാ മരിക്കാൻ പറ്റുക? സീതാർത്ഥമഭിനായാതി രാമഃ കിം കാരണം ഭവേത്, സീതയെ തിരഞ്ഞെങ്കിലും വരണ്ടേ, വന്നിട്ടില്ലല്ലോ, എന്തായിരിക്കും കാരണം എന്ന് ചിന്തിക്കാത്രേ രാവണൻ. ഇതിലെങ്ങനെയാണ്? അധ്യാത്മരാമായണമായതുകൊണ്ട് കേട്ടാ. ഇനി ഇത്യേവം ചിന്തയൻ നിത്തം രാമമേവ സദാ ഹൃദി തസ്മിന്ന് ദിനേ അപരരാത്രൗ രാവണോ രാക്ഷസാദിവഃ. അതുകൊണ്ട് രാപ്പകൽ രാമനെ കുറിച്ചുള്ള ചിന്തയാണ്. സർവം രാമമയം ജഗത്, രാവണമേ, രാമൻ എന്താ വരാത്ത, രാമൻ എന്താ വരാത്ത എന്നുള്ള വിചാരം. അങ്ങനെയുള്ള രാമൻ അന്ന് ആ അർദ്ധരാത്രിയില് എന്ത് ചെയ്തു? ഹൃദയത്തിൽ എപ്പോഴും സ്മരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാക്ഷസരാജൻ അന്ന് രാത്രിയില് സ്വപ്നേ രാമേണ സന്ദിഷ്ട, സ്വപ്നത്തിൽ രാമൻ എന്ന് പറഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ട് രാവണന്. എന്താണ് തോന്നിയത്? കശ്ചിത് ആഗത്യ വാനര, ഒരു വാനരൻ വരും അല്ലേ. കാമരൂപധര സൂക്ഷ്മോ വൃക്ഷാഗ്രസ്തോ നുപശ്യതി, വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് സൂക്ഷ്മ രൂപത്തില് നിന്നെ കാണുമെന്ന് സ്വപ്നത്തിൽ രാമൻ വന്ന് അറിയിച്ചു അത്രേ രാവണനെ. സ്വപ്നേ രാമേണ സന്ദിഷ്ടഃ കശ്ചിദാഗത്യ വാനരഃ കാമരൂപധര സൂക്ഷ്മോ വൃക്ഷാഗ്രസ്തോ നുപശ്യതി ഇതി ദൃഷ്ട്വാദ്ഭുതം സ്വപ്നം സ്വാത്മന്യേവാനുചിന്യ സഹ സ്വപ്ന കദാചിത് സത്യ സ്യാത് ഏവം തത്ര കരോമി. അതാണ് വിളിച്ചവരെ പറഞ്ഞത്. സ്വപ്നം സത്യമാണോ എന്നറിയാം. ആ വൃക്ഷച്ചുവട്ടില് വാനരനുണ്ടോ എന്നറിയാൻ പുറപ്പെട്ടതാ. ഇതി ദൃഷ്ട്വാ അദ്ഭുതം സ്വപ്നം സ്വാത്മന്യേവാനുചിന്യ സഹ സ്വപ്ന കദാചിത് സത്യ സ്യാത് ഏവം തത്ര കരോമ്യം. ഈ സ്വപ്നം സത്യമാകുമോ? ജാനകീവാക്ഷരൈർവിദ്ധ്വാ ദുഃഖിതാം നിതരാമഹം കരോമി ദൃഷ്ട്വാ രാമായ നിവേദയതു വാനര. അപ്പൊ മനസ്സിൽ കരുതിയിരുന്നു, അപ്പൊ പോയി സീതയെ കുറച്ച് ചീത്ത പറയാം. അപ്പൊ അവിടെ എന്തായാലും ഒരു വാനരൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ വാനരൻ കണ്ട് രാഘവനോട് അറിയിക്കട്ടെ. അതിന് തയ്യാറെടുത്തുകൊണ്ടാണ് രാവണന്റെ വരവ് രാവിലെ.
സീതയെ കാണാനുള്ള തിടുക്കത്തിൽ ഇന്നമാതിരി വരികയാണ്. വരണത് എന്താണ്? ശരിക്ക് രാമൻ വന്നിട്ട് വേണമല്ലോ എനിക്ക് വരിക്കാൻ, എങ്ങനെ രാമനെ വരുത്താൻ പറ്റുമെന്ന് ആലോചിക്കാണ്. അപ്പോഴാണ് സ്വപ്നത്തിൽ രാമൻ പറഞ്ഞതായി തോന്നിയത്, ഇവിടെ ഒരു വാനരൻ വരും, വൃക്ഷത്തിൽ ഇരിക്കുമെന്ന്. എന്നാൽ സീതയെ കുറിച്ച് ഭർസിക്കാം, ഈ കാര്യം കണ്ട് രാമനോട് പോയി പറയട്ടെ എന്ന്. ഇത്യേവം ചിന്തയൻ സീത സമീപമകമദ്രുതം. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് പല്ലും കൂടി തെച്ചിട്ടില്ല, പുറപ്പെട്ടു സീതയെ കാണാൻ. എന്നിട്ട് നൂപുരാണാം കിങ്കിണീനാം ശ്രുത്വാ സിഞ്ചിതമംഗന. ഈ നൂപുരങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയൊക്കെ ശബ്ദം കേട്ട്, സിഞ്ചിതം എന്നൊക്കെ ശബ്ദം, ആ ശബ്ദം കേട്ട് അങ്കന സീതയുണ്ടല്ലോ, സീതാ ഭീതാലീയമാന സ്വാത്മന്യേ വസുമധ്യമ, തന്നെ അങ്ങോട്ട് ഒടുക്കി, ആകെ അങ്ങോട്ട് ഒതുങ്ങിയിരുന്നു. എങ്ങനെയാണ്? അധോമുഖ അശ്രുനയന സ്ഥിതാ രാമാർപ്പിതാന്തര. മനസ്സിൽ രാമനെ സ്മരിച്ചുകൊണ്ട് തൻ്റെ തൊടകളെ തന്നെ ഒതുക്കി വെച്ച് മാറിടം കൈകൊണ്ട് മറച്ചുകൊണ്ടിരിക്കുകയാണ് സീത. ആ സീതാ ഭീതാലീയമാന സ്വാത്മനീയവ സുമധ്യമ, തന്നിൽ തന്നെ ഒടുങ്ങിക്കൊണ്ടിരിക്കുക. അധോമുഖി അശ്രുനയന സ്ഥിതാ രാമാർപ്പിതാന്തര, കണ്ണും താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവണോപി തഥാ സീതാം ആലോക്യാഹ സുമധ്യനേ, സുന്ദരി എന്ന് വിളിച്ചു. മാം ദൃഷ്ട്വാ കിം വൃഥാ സുബ്രു സ്വാത്മന്യേവ വിലീയസേ, എന്നെ കണ്ടിട്ട് നീ എന്തിനാ ഒതുങ്ങിപ്പോകുന്നത്? രാമോ വനചരാണാം ഹി മധ്യേ തിഷ്ഠതി സാനുജഃ. രാമൻ കുറെ വാനരന്മാരോടുകൂടി അനുജനോടുകൂടി വർത്തിക്കുകയാണ്. കഥാചിത് ദൃശ്യതേ കൈശ്ചിത് കഥാചിത് ദൃശ്യതേ. ചിലപ്പോൾ ചിലർക്ക് കാണാൻ പറ്റുന്നു, ചിലപ്പോൾ കാണാൻ പറ്റണില്ല. മയാതു ബഹുദാലോകാഹ പ്രേക്ഷികാസ്തസ്യ ദർശനേ. ഞാൻ എൻ്റെ ആൾക്കാരെയൊക്കെ പറഞ്ഞയച്ചു രാമനെ കാണാനായിട്ട്. പക്ഷെ നവസ്യന്തി പ്രയത്നേന വീക്ഷമാണ സമന്തത. അവർ നാലുപാടും അന്വേഷിച്ചിട്ട് രാമനെ കണ്ടുകിട്ടിയിട്ടില്ല. കിം കരിഷ്യസി രാമേണ നിസ്പൃഹേണ സദാ ത്വയി. നിന്നോടൊരാശയമില്ലല്ലോ രാമൻ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവുമല്ലോ. നിസ്പൃഹനായിട്ടുള്ള ആ രാമനിൽ നീ എന്തിനാണ് ഇത്ര ആഗ്രഹം കാണിക്കുന്നത്? ത്വയാ സദാ ആലിംഗിതോപി സമീപസ്ഥോപി സർവദാ. നീ എപ്പോഴും ആലിംഗനം ചെയ്തുകൊണ്ട് നിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതായ എല്ലാം. ഹൃദയേസ്യ ന സ്നേഹഃ. ആ രാമന്റെ ഹൃദയത്തിൽ ഒരു സ്നേഹവും ഇല്ല കേട്ടോ. രാമസ്യ ജായതേ തത്കൃത്വാ തത്വത്കൃതാൻ സർവഭോഗാൻസ ത്വദ്ഗുണാനഭിരാഗവഃ. നിനക്ക് വേണ്ടി ചെയ്തതായ എല്ലാ സുഖങ്ങളും നിന്റെ ഗുണങ്ങളെയൊക്കെ ഭുഞ്ചാനോ പിതജാനാദി, ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞവൻ പോലും അറിയുന്നില്ല. കൃതജ്ഞ, നന്ദി കെട്ടവനാണ്. നിർഗുണ അധമ, ഗുണമില്ലാത്തവനാണ്, അധമനാണ്. ദുഃഖശോകസമാകുല, ദുഃഖിച്ചിരിക്കുന്നു നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നു. ഇതാനീമഭിനായാദി, എന്നിട്ടും വന്നുവോ നിന്റെ രാമൻ? ഭക്തിഹീന കഥം പ്രജേ, ഭക്തിയും പ്രേമവും ഉണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ. നിസ്സത്വോ നിർമ്മമോ മാനി മൂഢ പണ്ഡിതമാനവാൻ. പണ്ഡിതനെന്ന് സ്വയം വിചാരം. നിസ്സത്വൻ ഒരു ചൊടിമിടയിക്കില്ല, നിർമ്മമത്വം സ്നേഹവുമില്ല, അഭിമാനിയാണ്, മൂഢനാണ്. നരാധമം ത്വദ്വിമകം കിം കരിഷ്യസി ഭാമിനി. നരാധമനും നിന്നോട് താല്പര്യവുമില്ലാത്തതായ അവനെ കൊണ്ട് നിനക്ക് എന്ത് കാര്യം? ത്വയ്യതീവ സമാസക്തം മാം ഭജസ്വ അസുരോത്തമം. നിന്നോട് നല്ല ഇഷ്ടം വെച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അനുഭവിച്ചുകൂടെ നിനക്ക്? ദേവഗന്ധർവനാഗാനാം യക്ഷകിന്നര യോഷിതാം ഭവിഷ്യതി നിയോക്ത്രീത്വം യദീമാം പ്രതിപദ്യസേ. നീ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ദേവദാനവ ഗന്ധർവന്മാരിലും അതുപോലെ തന്നെ യക്ഷകിന്നര സ്ത്രീകളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ നേതാവായി തീരാൻ നിനക്ക് സാധിക്കും. നിന്നെ അവരുടെ അടിമപ്പെടുത്തി തരാം അവരെയൊക്കെ. രാവണസ്യ വജശ്രുത്വ സീതാമർഷ സമന്വിത. സീത കോപം കൊണ്ട് നിധായ തൃണമന്തര്, ഒരു പുല്ല് പറിച്ചു നിട്ടു ഇടയിൽ. എന്നിട്ട് ആ പുല്ലിനെ നോക്കി പറയുന്നവർ ഈ പുല്ലിന്റെ വിലയുള്ളൂ നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് പുല്ലിന്റെ വിലയിൽ പറയാണ്. രാഘവാത് ഭിഭ്യതാനൂനം ഭിക്ഷുരൂപം ത്വയാകൃത. നിനക്ക് എന്ത് ധൈര്യം? സത്വം നിസ്സത്വം എൻ്റെ രാമനാണോ നീയാണോ? കാരണം രാമനെ പേടിച്ചിട്ടല്ലേ ഒരു ഭിക്ഷുവിന്റെ രൂപത്തിൽ നീ വന്നത്. രഹിതേ രാഘവാഭ്യാന്തം സുനീവഹവിരദ്വരെ. എങ്ങനെയാണോ ഒരു പട്ടി എന്താണ് യാഗത്തിലെ വസ്തുവിനെ തട്ടിപ്പറിച്ചുകൊണ്ടാൻ വരിക, അതുപോലെയല്ലേ നീ വന്നത്. അതെ, ഹൃദമാനസിമാം നീച്ച തദ്ഫലം പ്രാപ്സ്യതേ. എന്നെ തട്ടിക്കൊണ്ടുവന്നില്ലേ നിനക്കാ ഫലം കിട്ടും. സദാ രാമ രാമസരാഘാത വിദാരിതപൂർവമാൻ. രാമന്റെ ശരം കെട്ട് നിന്റെ ശരീരം പിളർക്കും. നോക്കിക്കോ,
ജ്ഞാസ്യസേ അമാനുഷം രാമം ഗമിഷ്യസി യമാന്തികം. രാമൻ അമാനുഷികനാണ്. അദ്ദേഹത്തെ കാരണം ഈ യമന്റെ അടുത്തേക്ക് പോകും. സമുദ്രം ശോഷയിത്വാവ ശരേർഭദ്വാദവാരിതി. ഈ സമുദ്രത്തെ വറ്റിച്ചിട്ടോ അല്ലെങ്കിൽ അമ്പുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടോ ഹന്തും ത്വാം സമരേ രാമോ ലക്ഷ്മണേന സമന്വിതഃ. നിന്നോടുകൂടി യുദ്ധം ചെയ്യാൻ ലക്ഷ്മണനോടുകൂടി ആ രാമൻ ആഗമിഷ്യതി അസന്ദേഹോ ദ്രക്ഷസേ രാക്ഷസാധമാ. അധികം വയ്യാതെ കാണാൻ നിനക്ക് എന്ന് പറഞ്ഞു. ത്വാം സപുത്രം സഹബലം ഹത്വാ നേഷ്യതി മാംപുരം. നിന്റെ കുടുംബത്തെ എല്ലാത്തിനെയും ഒഴിച്ചിട്ട് എന്നെയും കൊണ്ടുപോകും. ശ്രുത്വാ രക്ഷപതി ക്രുദ്ധോ ജാനക്യാപരുഷാക്ഷരം. ജാനകി ഇങ്ങനെ പരുഷമായി പറഞ്ഞത് കേട്ടപ്പോൾ ദേഷ്യം വന്നു അത്രേ രാവണന്. വാക്യം ക്രോധസമാവിഷ്ട ഖഡ്ഗമുദ്യമ്യ സത്വരഃ. കയ്യിലുടനെ വാള് വലിച്ചെടുത്തു. അന്തും ജനകരാജസ്യ തനയാം താമ്രലോചന. കണ്ണൊക്കെ ചൊവ്വിച്ചുകൊണ്ട് ആ ജനകാത്മജയെ കൊല്ലാനായിട്ട് വാളിൽ കൈയെടുത്തു. എടുത്ത സമയത്ത് മണ്ഡോദരീ നിവാര്യാഹ പതിം പതിഹിതേരത. എപ്പോഴും ഭർത്താവിന്റെ ക്ഷേമം മാത്രം അറിയുന്ന മണ്ഡോദരി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ത്യജേനാം മാനുഷീം ദീനാം ദുഃഖിതാം കൃപണാം കൃഷ്ണം. ഒരു മനുഷ്യശ്രീയല്ലേ അവള്, ദുഃഖിതയല്ലേ, ക്ഷീണിതയല്ലേ, ദീനയല്ലേ, അവളെ വിട്ടേക്കൂ. ദേവദാനവഗന്ധർവാൻ ദേവഗന്ധർവനാഗാനം ഭഹ്യസന്ധികരാംഗന. അങ്ങയുടെ കൊട്ടാരത്തിൽ എത്ര സ്ത്രീകളുണ്ട്. ത്വാമേവ വരയന്ത്യുച്ചൈഹി മതമത്തവിലോചനാഹ. അവരൊക്കെ മതമത്തരായിട്ട് അങ്ങയെ തന്നെ വരിക്കുന്നവരാണല്ലോ. തതോ ബ്രവീദ് ദശഗ്രീവോ രാക്ഷസീ വികൃതാനനാഹ. ഇപ്പൊ മണ്ഡോദരി കൂടെ പറഞ്ഞപ്പോൾ മറിച്ചു പറയാൻ പറ്റിയില്ല രാക്ഷസനെ. അതുകൊണ്ട് അവിടെയുള്ള സ്ത്രീകളോടായിട്ട് പറഞ്ഞു, യഥാമേവ സഖാ സീത ഭവിഷ്യതി സഖാമന. എനിക്ക് വശം വരുന്ന തരത്തില് തഥായതദ്വം ത്വരിതം തർജനാധരണാദിവിഹി. പേടിപ്പെടുത്തിയിട്ടോ നല്ല വാക്ക് പറഞ്ഞിട്ടോ അവളെ എനിക്ക് വശത്തിലാക്കി തരൂ. ദ്വിമാസാഭ്യന്തരേ സീത യദി മേ വശകാ ഭവേത്. 2 മാസത്തിനുള്ളിൽ സീത എനിക്ക് വശങ്കതയാകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? തഥാ സർവസുഖോ വേദ രാജ്യം ഭോക്ഷതി സാമയ. എല്ലാ സുഖവുമായിട്ട് രാജ്യം ഭരിക്കാം. യദി മാസദ്വയാദൂർവം മത്സയ്യാം നാഭിനന്ദതി. 2 മാസം കഴിഞ്ഞ് അവൾ എൻ്റെ ശയ്യയിലേക്ക് വരില്ല എങ്കിൽ തഥാ മേ പ്രാതരാസായ അത്വാ ഗുരുതമാനുഷിയും. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവളെ വെച്ച് തന്നാൽ മതി. പ്രാതരാശ ഇത്യുക്ത്വാ പ്രയയോ സ്ത്രീഭി. ഇത്രയും പറഞ്ഞിട്ട് പോയി. രാവണോ അന്തപുരാലയം രാക്ഷസ്യോ ജാനകീമേത്യ ഭീഷയന്യ സ്വതർജനെ. എല്ലാവരും കൈ കാണിച്ചിട്ട് പേടിപ്പിക്കാൻ തുടങ്ങി. വിരല് തർജനി എന്ന് പറഞ്ഞ ഈ വിരലിന്റെ പേരാണ്. ഈ വിരല് തർജനി എന്നാണ് വിരലിന്റെ പേര്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന ഈ വിരലിനെ കാണിക്കും. ചുണ്ടുവിരൽ അല്ലേ? ഇതിന് അങ്കുഷ്ടം. ഈ വിരല് മധ്യമ, ഇത് അനാമിക, ഇത് കനിഷ്ഠിക. ഇതാണ് പേര്. ഓരോ ഇതിന് പേരുണ്ട്. അനാമിക എന്നാണ് അതിന് പേര്. രണ്ടാമത്തെ ചുണ്ടുവിരൽ, ഈ കുച്ചുവിരലിന്റെ അടുത്തുകളിനെ അനാമിക. അതുകൊണ്ട് കളിയാക്കി പറയും, പുരാ കവീനാം ഗണനാ പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസഃ അദ്യാവിതത്തുല്യവേരഭാവ അനാമിക സാർത്ഥകനാമധേയാന്ന് കളിയാക്കി പറയും. അതായത് എത്ര നല്ല കവികളുണ്ട്. കാളിദാസൻ എണ്ണിയത്രേ. രണ്ടാമത് എണ്ണാൻ അതുപോലെ ഒരാളില്ലാതെ. അതുകൊണ്ട് ഇത് അനാമികയായിട്ട് തോന്നുന്നു, പേരില്ലാത്തവളായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ പറയും. അനാമിക എന്ന് രണ്ടാമത്തെ വരലിന്റെ പേര്. മൂന്നാമത്തെ നടുവിലുള്ള വരുന്ന മധ്യമ, ഇത് തർജനി. ഈ തർജനി വെച്ചിട്ടുള്ള ഭീഷണി. അവരൊക്കെ ചീത്ത പറയാൻ തുടങ്ങിയത്രേ എല്ലാവരും. എന്താണ്? തഥാ യതദ്വം ത്വരിതം തർജനാധരണാദിപി. അല്ല, അത് പറഞ്ഞു 2-ാം ദിവസം. അപ്പൊ ഇത്യുക്ത്വാ പ്രയയോ സ്ത്രീഭി രാവണോന്തപുരാലയം രാക്ഷസ്യോ ജാനകീമേത്യ ഭീഷയന്ത്യ സ്വതർജനൈഹി തത്രൈകാ ജാനകീവാഹ. അതിലൊരുത്തി ജാനകിയോട് പറയാനുണ്ട്, യൗവനം തേ വൃഥാഗതം. നിന്റെ യൗവനം വെറുതെ പോകുന്നുണ്ടല്ലോ. രാവണേന സമാസാദ്യ സഫലം തു ഭവിഷ്യതി. രാവണന്റെ കൂടെ സഫലമായി ജീവിച്ചുകൂടെ? യൗവനം എന്നിങ്ങനെ കളഞ്ഞു കുളിക്കണോ? അപരാജാഹ കോപേന കിം വിലംബേന ജാനകി. എന്തിനാണ് ഇനി ഇത്ര വൈകിക്കണത്? ഇതാനീം ചേദ്യതാമംഗം വിഭജ്യത പൃഥക് പൃഥക്. കാത്തിരിക്കുന്നുണ്ട് 2 മാസമൊന്നും. ഇപ്പൊ തന്നെ ഇവരുടെ ശരീരം കഷ്ണം കഷ്ണമാക്കാം. അന്യാതു ഖഡ്ഗമുദ്യമ്യ ജാനകിയും ഹന്തുമുദ്യത. വേറൊരുത്ത് വാളെടുത്ത് സീതയെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടു. അന്യാ കരാളവദന വിദാര്യാസ്യം അഭീഷയത്. ഒരുത്തർ വായ തുറന്നങ്ങനെ നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഏവം താം ഭീഷയന്തീ സ്താഹ രാക്ഷസീ ഭൃഗദാനനാഃ.
ഇങ്ങനെ എല്ലാവരും ഭയപ്പെടുത്തിക്കൊണ്ട് വികൃതാനനകളായിട്ട് നിവാര്യ ത്രിജടാവൃദ്ധ രാക്ഷസി വാക്യം അബ്രവീ. അപ്പൊ ത്രിജടയാണ് മറുപടി പറഞ്ഞത്. ക്ഷുണദ്വം ദുഷ്ടരാക്ഷസ്യോ മദ്വാക്യം മോഹിതം ഭവേ. ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങളുടെ നന്മയാണ് പറയുന്നത്. നഭീഷയദ്വം രുദരീം നമസ്കുരുത ജാനകീം. നിങ്ങളെല്ലാവരും ആ സീതയെ നമസ്കരിക്കൂ. ഇദാനീമേവ മേ സ്വപ്നെ രാമകമലലോചന. ഞാനൊരു സ്വപ്നം കണ്ടു. താമരക്കണ്ണനായ രാമൻ ആരുഹ്യ ഐരാവതം ശുഭ്രം ലക്ഷ്മണേന സമാഗത. ശുഭ്രമായ ഐരാവതത്തിൽ കയറി ലക്ഷ്മണനോടൊപ്പം വന്നിട്ടുണ്ട്. ദഗ്ധ്വാ ലങ്കാപുരീം സർവാം ഹത്വാ രാവണമാഹവേ. ലങ്കാപുരിയെ മുഴുവൻ ചുട്ടു പശക്കിയിട്ട് രാവണനെ കൊന്ന് ആരോപ്യ ജാനകീം സ്വാംഗേ സ്ഥിതാം ദൃഷ്ടോ അകമൂർധനി. ആ പർവ്വതത്തിന്റെ മുകളില് ഞാൻ സീതയെ മടിയിൽ വെച്ചിരിക്കുന്നതായി കണ്ടു. രാവണോ ഗോമയ ഹൃദയ തൈലാഭ്യക്തോ ദിഗംബര. രാവണൻ ചാണകക്കുണ്ടില്, ഗോമയം ചാണക, ചാണകക്കുണ്ടില് തൈലാഭ്യക്ത എണ്ണയും പുരട്ടി, ദിഗംബര വസ്ത്രവുമില്ലാതെ, അഗാഹത് പുത്രപൗത്രൈസ മക്കളോടുകൂടി മുങ്ങിപ്പോണത് കണ്ടു. കൃത്വാ വദനമാലികം വിഭീഷണസ്തു രാമസ്യ സന്നിധൗ ഹൃത്തമാനസഃ. അങ്ങനെ എന്താണ്, ഇങ്ങനെ എല്ലാ തരത്തിലും എങ്ങനെയാണ് വദനമാലിക എന്ന് പറഞ്ഞ മുണ്ടമാല ധരിച്ചുകൊണ്ട് ശരീരത്തിൽ മുഴുവൻ എണ്ണ പുരട്ടിക്കൊണ്ട് അയാളങ്ങനെ ദുഃഖിത കണ്ടു. എന്നാൽ വിഭീഷണനെ കണ്ടതോ ഹൃഷ്ടമാനസഃ സന്തോഷത്തോടുകൂടി സേവാം കരോതി രാമസ്യ പാദയോർ ഭക്തി സംയുത. രാമന്റെ പാദങ്ങളിൽ ഭക്തിയോടുകൂടി നിൽക്കുന്ന വിഭീഷണനെ കണ്ടു. സർവഥാ രാവണം രാമോ ഹത്വാ സകുലമഞ്ജസ. രാവണനെ കുലത്തോടെ കൊന്നിട്ട് വിഭീഷണായ ആധിപത്യം ദത്വാ സീതാം സുബാനനം അങ്കേ നിദായ സുപുരീം ഗമിഷ്യതി ന സംശയഃ. ലങ്കാരാജ്യത്തെ വിഭീഷണനെ കൊടുത്ത് സീതയെ മടിയിൽ വെച്ചുകൊണ്ട് തന്റെ നാട്ടിലേക്ക് പോകും, ഒരു സംശയവുമില്ല. ത്രിജടയുടെ വാക്ക് കേട്ടപ്പോൾ പേടിച്ചറിഞ്ഞു പോയത്ര സ്ത്രീകള്. തൂഷ്ണീം ആസന്ന് തത്ര തത്ര നിദ്രാവശമുപാഗത. ഉണ്ടാതിരുന്നു കുറെ പേര് ഉറങ്ങി. തർജിതാ രാക്ഷസീ ബിസ സീതാ ബീതാദിവിഹ്വല ത്രാതാരം നാദിഗച്ഛന്തി ദുഃഖേന പരിമൂർച്ഛിത. തന്നെ ആരും രക്ഷിക്കാനില്ലല്ലോ വിചാരിച്ച സീതയും മോഹാത്സ്യപ്പെട്ടു. അശ്രഭിപൂർണനയന ചിന്തയന്തീരമബ്രവീത് പ്രഭാതേ ഭക്ഷയിഷ്യന്തി രാക്ഷസ്യോ മാം ന സംശയ. രാവിലെ അവരെ തന്നെ തിന്നും. ഇദാനീമേവ മരണം കേനോപായേന മാ ഭവേത്. ഞാൻ എങ്ങനെ മരിക്കാൻ പറ്റും? ഏവം സുദുഃഖേന പരിപ്ലുദാസ വിമുക്തകണ്ഠം ഹൃദദീചിനായ. ഉറക്ക കരഞ്ഞത്ര. ആലംബ്യ ശാഖാം ഹൃദയശയാമൃതൗ ന ജാനതി കിഞ്ചിതുപായമംഗന. വേറൊരു വഴിയും കാണാത്തവൾ ആ വൃക്ഷക്കൊമ്പിൽ തൂങ്ങി ചാവാൻ തുടങ്ങും സീത. ഇതാണ് ഇവിടെ. ഇനി അത് കഴിഞ്ഞപ്പോഴെന്താണ്, രാമകഥ പറയും. അപ്പോഴാണ് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്. അപ്പൊ ഈ സംഭവങ്ങൾ കോർത്തെടുക്കണമെന്ന് എന്താ വെച്ചാൽ രാമനാമത്തിന്റെ മഹിമ പറയാൻ വേണ്ടിയിട്ടാണ്. രാമകഥ കേട്ടതോടുകൂടി മരണത്തിൽ നിന്ന് പിന്മാറിയില്ലേ സീത. രാമപദത്തിന് അത്രയും പ്രത്യേകത ഉണ്ടെന്ന് പറയാം. ഇനി ജാനകിയെ കണ്ട് ആ തോട്ടം മുഴുവൻ നശിപ്പിച്ച് ബ്രഹ്മപാശത്തിൽ ബന്ധിതനായിട്ട് ഹനുമാൻ രാവണന്റെ മുമ്പിൽ പോകുന്നു. രാവണൻ ചോദിക്കുന്നു, നീ ആരാണെന്ന്? ഞാൻ ദൂതനാണ്, രാമന്റെ ദൂതനാണ്. സീതാരാമായ ദീയതാം. സീതയെ രാമന് കൊടുക്കൂ എന്നാണ് പറയാ. കോപം വന്ന രാവണൻ ലാങ്കൂലം ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അതിലെ തീ വെച്ച് കളയാൻ പറയും. നാട്ടിലുള്ള വസ്ത്രമൊക്കെ കൊണ്ടുവന്ന് ചുറ്റി എണ്ണയിൽ മുക്കിയിട്ട് തീ കത്തിക്കുക. അതാണ് നീ. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം നാം ഒന്ന് പറഞ്ഞുതരാം കേട്ടാ. ഇപ്പത്തെ ഭാരതനയ്ക്കായാലും അത് എന്തെങ്കിലും ഇതിപ്പോ ഇങ്ങനെ വായിച്ചു പോയാൽ മതിയല്ലോ. എന്ത് നീ ആദ്യത്തെ കുട്ടി എടുക്കണതും ഇങ്ങനെ ബാലകാണ്ട് ഇങ്ങനെ എടുക്കട്ടെ, ഇപ്പടി വാശി ചൊല്ലിക്കൂടുക. അതാ എളുപ്പം. കിട്ടിയാ? അതായത് ഇത് പ്രഭാഷണം എന്ന് വിചാരിക്കണ്ട, അത് വാക്കുകൾ പരിചയപ്പെടുത്തും. നാളെ നിങ്ങൾ വരും കേട്ടോ, ഞാനും വരാം. അതല്ലേ നല്ലത്. ഞാൻ എടുത്തു തരട്ടെ മുഴുവൻ. അല്ല, ആ കുട്ടി ബാലകാണ്ഡം പറയാണെന്ന് വിചാരിച്ചത്. അത് ഇത് തന്നെയാ പറയണമെന്ന് വിചാരിച്ചത്. മറ്റുള്ളവർ മാറി പറയും. എനിക്ക് ഇത് തന്നെയാ പറയാനുള്ളത്. ഇവിടെ ലങ്കാലക്ഷ്മിയുടെ തുടർച്ചയായിട്ടുള്ള വിജ്ഞാനം അത് അധ്യാത്മപരമായാണ്. തൃപ്രയാഗം എനിക്ക് എളുപ്പമായിപ്പോ വായിച്ചില്ല.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായ നീണ്ടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. കൊഞ്ചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാത ഓർക്കണം, ആ പദാർത്ഥം തന്നിലായി സ്നാനം ചെയ്തു